കർത്താവിൻ്റെ നാമത്തിന് മഹത്വം. പ്രത്യേകിച്ച് പാസ്റ്റർ ജോൺ ടി മാത്യു, അദ്ദേഹത്തിൻ്റെ കുടുംബം, കർത്താവിൻ്റെ ദാസന്മാർ പലരും വേദിയിലുണ്ടല്ലോ. കർത്താവിൻ്റെ ദാസന്മാർ, കൊയർ, സഭയിലെ ഉത്തരവാദിത്തപ്പെട്ട ദൈവമക്കൾ, അല്ലാത്ത വിശ്വാസികളായ സമൂഹം, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു പ്രാവശ്യവും കൂടെ വന്ദനം അറിയിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിനെ സംബന്ധിച്ച് 2 രാത്രികൾ നമ്മൾ ചിന്തിച്ചു. ഇതൊരു അന്ത്യകാലമാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചത്. അന്ത്യകാലമാണെന്നുള്ളതിൻ്റെ 2 തെളിവുകൾ ആദ്യത്തെ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചു. ദിവസങ്ങളിൽ ഇത് 7ാമത്തെ ദിവസമാണ്, തലമുറകളിൽ 7ാമത്തെ തലമുറയാണ്. ഇന്നലെ ചിന്തിച്ചത് തൃത്വത്തിൽ 3ാമനായ പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് കൊണ്ട് ഇത് ഒരു അന്ത്യകാലമാണ്. അവസാനത്തേത് കൃപായുഗത്തിൻ്റെ വാതിൽ അടയാറായ സമയമായതുകൊണ്ട് ഇത് അന്ത്യകാലമാണ്. ഇത് അന്ത്യകാലമാണെന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ അവതരിപ്പിച്ച് ഈ പ്രഭാഷണത്തിന് തൽക്കാലം വിരാമം കുറിക്കാം. ഇത് അന്ത്യകാലമാണെന്ന് പറയുമ്പോൾ എനിക്ക് 2 തെളിവും കൂടി പറഞ്ഞാലേ ഒക്കത്തുള്ളൂ. ഒന്ന്, ആയുസ്സിൻ്റെ അന്ത്യമാണ് എന്ന് പറഞ്ഞ 969 വർഷമുണ്ടായിരുന്ന മനുഷ്യൻ്റെ ആയുസ് ഇപ്പോൾ നിൽക്കുന്നത് 120 ദൈവം അനുവദിച്ചത്. നമ്മൾ സങ്കീർത്തനത്തിൽ നിന്ന് വെട്ടിക്കുറച്ചിട്ട് പറയുന്ന 70 ഏറെ ആയാൽ 80 എന്നാണ്. അത് ദൈവം നിയമിച്ച ഒരായുസ്സല്ല. ദൈവം നിയമിച്ചതായിരുന്നെങ്കിൽ നമ്മൾ ആരും 80-നപ്പുറത്ത് പോകത്തില്ലായിരുന്നു. അതുകൊണ്ട് 120 വരെയാണ് ദൈവം നിയമിച്ചത്. മോശയ്ക്ക് തോന്നിയൊരു ചിന്ത പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഏറെ ആയാൽ 80 മാത്രം. ഏറെ എന്ന് പറഞ്ഞാൽ റബ്ബർ ബാൻഡ് വലിച്ചിട്ട് നീട്ടുന്ന പോലെ കഷ്ടപ്പെട്ട് കിട്ടുന്നതാണ്. അങ്ങനെ കിട്ടിയാൽ അതിൻ്റെ പ്രതാപം, ദുഃഖവും പ്രയാസവും ഒക്കെ നിറഞ്ഞതാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ആർക്കും അത്രയും അങ്ങോട്ട് നീണ്ടു പോകണമെന്നില്ല, ആഗ്രഹമൊന്നുമില്ല. ചെറുപ്പകാലത്ത് ദീർഘനാളുകൾ ജീവിക്കണം എന്നാഗ്രഹിച്ചാലും വാർദ്ധക്യ സഹജമായ അന്തരീക്ഷത്തിൽ ആർക്കും നീണ്ടു പോകണമെന്ന് വലിയ ആഗ്രഹമില്ല. ആയുസ്സിൻ്റെ അന്ത്യം എന്ന വിഷയം പ്രസംഗിച്ചാൽ എങ്ങനെയാണ് ഇപ്പോൾ ശരാശരി 35 വയസ്സിൽ ഒരാൾ എത്തി നിൽക്കുന്നത് എന്ന ഭാഗത്തേക്ക് വരേണ്ടി വരും. മനുഷ്യൻ്റെ ശരീരത്തിൽ 35 വയസ്സ് വരെ മാത്രമേ ശരീരത്തിലെ ഏതൊരു അവയവവും വളരുകയുള്ളൂ. കണ്ണിൻ്റെ കൃഷ്ണമണിമയാണ് വളരാത്തത്. 35 കഴിഞ്ഞാൽ പിന്നെ ശരീരം വളരുകയില്ല. വളരും, മേലോട്ടല്ല വളരുന്നത്, താഴോട്ടാണ് വളരുന്നത്. അതുകൊണ്ടാണ് വയറൊക്കെ ഊറി കണക്കെ 8 പോലെ താഴോട്ട് പിടിക്കുന്നത്. അപ്പം നമ്മൾ പറയും ശരീരം നന്നായിട്ടുണ്ട്, ഏലമ്മ ഇപ്പം നല്ല കാലത്താണ് ജീവിക്കുന്നത്, അത് ചാകാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കണ്ടമാനം വണ്ണം വെക്കുമ്പോൾ അവരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും നമ്മളാരും അറിയുന്നില്ല. ഏതായാലും ആയുസ്സിൻ്റെ അന്ത്യത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരുന്നു. കർത്താവെ, നിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് മത്തായിയുടെ സുവിശേഷം 24:3 ചോദിക്കുന്നതിന് ഭാഗമുണ്ട്. യഹൂദീയ അധ്യായങ്ങൾ അഥവാ യഹൂദൻ്റെ മുപ്പിരിച്ചരട് എന്ന് വേദചിന്തകന്മാർ വിളിക്കുന്ന 3 അധ്യായങ്ങൾ വേദപുസ്തകത്തിനകത്തുണ്ട്. മത്തായിയുടെ സുവിശേഷം 24, മർക്കോസിൻ്റെ സുവിശേഷം 13, ലൂക്കോസിൻ്റെ സുവിശേഷം 21. ആ അധ്യായങ്ങളിലാണ് കർത്താവിൻ്റെ വരവിന് മുൻപ് നടക്കുന്ന ലക്ഷണങ്ങൾ, 150-ൽ ഏറെ ലക്ഷണങ്ങൾ പഴയ പുതിയ നിയമങ്ങളിലും ഈ വേദഭാഗങ്ങളിലുമായിട്ട് ചിതറിക്കിടക്കുന്നത്. അതിനകത്ത് ധാരാളം ലക്ഷണങ്ങളുണ്ടെങ്കിലും ആ ലക്ഷണങ്ങളെ പഠന സൗകര്യാർത്ഥം 4ആയിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് മാത്രം നടക്കുന്ന ലക്ഷണങ്ങൾ. രണ്ടാമതായിട്ട് ജാതീയ ഗോളത്തിൽ നടക്കുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന രാജ്യം ഒഴികെയുള്ള മറ്റ് ലോകരാജ്യങ്ങളിൽ എന്ത് ലക്ഷണമാണ് നടക്കുക. മൂന്നാമത്തേത് സഭയിൽ നടക്കുന്ന ലക്ഷണങ്ങൾ, സഭാലക്ഷണങ്ങൾ. നാലാമത്തേത് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ലക്ഷണങ്ങൾ. എഴുത്തുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇസ്രായേൽ ലക്ഷണങ്ങൾ, ജാതീയ ലക്ഷണങ്ങൾ, സഭാലക്ഷണങ്ങൾ, പ്രാപഞ്ചിക ലക്ഷണങ്ങൾ എന്നിങ്ങനെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അവിടെ കാണുന്ന ആ ഭാഗങ്ങളൊക്കെ അങ്ങനെ തിരിച്ചു പഠിക്കുമ്പോഴാണ് പഠിക്കാൻ സൗകര്യമുള്ളത്. ഉദാഹരണത്തിന് യേശു പറഞ്ഞു, ആദ്യത്തെ ലക്ഷണം പറഞ്ഞു, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ എൻ്റെ പേർ എടുത്തു വന്ന് പലരെയും തെറ്റിക്കും. ഒന്നാമത്തെ ലക്ഷണമായി യേശു അതാ പറഞ്ഞത്. അത് തന്നെ നമ്മുടെ ആളുകളും ലോകത്തിലുള്ളവരും തെറ്റായിട്ടാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞാൽ 68 പേർ ഇതുവരെ യേശു ക്രിസ്തുവാണെന്നും പറഞ്ഞ് ലോകത്തിൽ അവതരിച്ചിട്ടുണ്ട്. ആ 62 പേരുടെ പേരെഴുതിയ അവരുടെ സംഭവങ്ങളൊക്കെ എഴുതി ട്രാക്ക് ചെയ്യാൻ പണ്ട് പ്രിൻ്റ് ചെയ്തിരുന്നു. കള്ള ക്രിസ്തുക്കളെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞ് അമേരിക്കയിലെ ജിം ജോൺസും ഡേവിഡ് ഖുറേഷും ജപ്പാനിലെ സാഹാരയും അടക്കം, നമ്മുടെ കേരളത്തിൽ കട്ടപ്പനയിലെ തോമസ് കുട്ടി അടക്കം, ഇന്ന് കുടകരയ്ക്കും ഇരിങ്ങാലക്കുടയ്ക്കും ഇടയിലുള്ള മുരിയാടടക്കം, അങ്ങനെ അങ്ങോട്ട് വിവരിച്ച് പോയി കഴിഞ്ഞാൽ 168 പേര് ഇതുവരെ യേശുക്രിസ്തുവാണെന്നും പറഞ്ഞ് ലോകത്തിലേക്ക് വന്നിട്ടുണ്ട്. തിരുവല്ലയിൽ നിന്നും
പണ്ട് 2 മർത്തോമ പ്രൊഫസർമാർ ജോലി രാജിവെച്ച് പാലാരിവട്ടത്ത് വന്ന് താമസിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് ഞാൻ വൈറ്റിലയിൽ കർത്താവിന് വേല ചെയ്യുകയാണ്. അഭിനവ മഷിഹ എന്ന് പറഞ്ഞ് മരിപ്പച്ച അടക്കമുള്ള മാസികകളിൽ കുതിരപ്പുറത്ത് യേശു വരുന്നതിൻ്റെ ഒരു ചിത്രം ഇമാജിൻ ചെയ്ത് അത് കവർ ചിത്രമായിട്ട് പുറത്തിറങ്ങിയത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് യേശുക്രിസ്തു എന്നൊരു പരസ്യം വന്നപ്പോൾ ഞാനും വിചാരിച്ചു എൻ്റെ തൊട്ടടുത്താണെന്ന് യേശുക്രിസ്തു ഒന്ന് താമസിക്കുന്നത്. ഞാനാണെങ്കിൽ യേശുവിനെ കണ്ടിട്ടുമില്ല. ഒരന്വേഷണത്വര ഉള്ള ആളായതുകൊണ്ട് ഞാൻ അവിടെ യേശുവിനെ അന്വേഷിച്ച് കാണാൻ ചെന്നപ്പോൾ വാതൊക്കെ എഴുതി വെച്ചിരിക്കുന്നു, കടിക്കുന്ന പട്ടിയുണ്ട്, സൂക്ഷിക്കുക. അപ്പോൾ അടുത്ത വീട്ടുകാരൻ ചോദിച്ചു, യേശു എവിടെ പോയി, ഇപ്പോൾ ഒന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. എന്ത് പറ്റി? അദ്ദേഹത്തിന് കഴിഞ്ഞ ആഴ്ച വലിവ് രോഗം കൂടുതലായി. ബാംഗ്ലൂരിൽ ട്രൈബ് വർഗത്തിൽപ്പെട്ടവർ ജീവനുള്ള മത്സ്യത്തിൻ്റെ അകത്ത് ആയുർവേദ മരുന്ന് വെച്ച് ജീവനോട് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അത് മേടിക്കാൻ വേണ്ടി അദ്ദേഹം പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എഴുതിയ ട്രാക്റ്റിൻ്റെ പുതിയ പതിപ്പിൽ ഈ കള്ളക്രിസ്തുവിനെയും കൂടി എഴുതാമല്ലോ എന്ന് വെച്ചാണ് ഞാൻ അവിടെ പോയത്. ഏതായാലും ഞാൻ എഴുതിയ 62 യേശുമാരും രോഗികളല്ലായിരുന്നു. ഇദ്ദേഹം വലിവ് രോഗിയായ യേശുവായിരുന്നു. നമ്മുടെ എല്ലാം ഒരു പ്രശ്നം, അതാ ക്രിസ്തു അവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെടരുത്, ഇതാ ക്രിസ്തു ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെടരുത്. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. ഒരു പെന്തക്കോസ്റ്റൽ കൂട്ടായ്മ എന്നൊക്കെ ഇവിടെ എനിക്കൊരു 1/2 മണിക്കൂർ പ്രസംഗിച്ചാൽ കൊള്ളാവുന്നുണ്ട്. കാരണം ഫുൾപിറ്റിൽ ഇന്ന് പ്രസംഗിക്കുന്നവരെ ദൈവങ്ങളാക്കുന്ന ഒരു പ്രവണത നമ്മുടെ ആത്മീയരിടയിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സഭാലക്ഷണങ്ങളിൽ 18 തിമോത്തിയോസിനെ പൗലോസ് പറയുമ്പോൾ ആദ്യം പറയുന്ന ലക്ഷണം യേശു പറഞ്ഞതാ. കള്ളക്രിസ്തുക്കൾ എന്ന് യേശു പറഞ്ഞു, പൗലോസ് പറഞ്ഞു മനുഷ്യൻ സ്വസ്നേഹികൾ, സ്വയമായിട്ട് സ്നേഹിക്കുക. അപ്പം നമ്മുടെ പ്രസംഗമെല്ലാം കഴിയുമ്പോൾ ക്രിസ്തുവാണ് ഇവിടെ പ്രൊജക്റ്റ് ചെയ്യപ്പെടേണ്ടത്. വാസ്തവത്തിൽ നിർഭാഗ്യവശാൽ ഇന്ന് യേശുക്രിസ്തു മറയപ്പെടുന്നു, വ്യക്തികളുടെ നാമങ്ങൾ ഉയർത്തപ്പെടുകയാണ്. നമ്മുടെ എല്ലാ ശുശ്രൂഷകളിൽ കൂടെയും കർത്താവായ യേശുവിൻ്റെ നാമം ഉയരട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പ്രാർത്ഥിക്കുവാനുള്ളത്. യേശുക്രിസ്തു വാനമേഘങ്ങളിൽ എടുക്കപ്പെട്ടതുകൊണ്ട് അവിടെ തന്നെ കർത്താവ് തിരിച്ച് വരും. പക്ഷേ ആളുകൾ തെറ്റായിട്ട് പലതും ധരിച്ചു വെച്ചിരിക്കുന്നു. ഞാൻ ക്രിസ്തു. മലയാറ്റൂരിൽ ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ ഞാനൊരു വീട്ടിൽ രാവിലെ 10:30 ലഘുലേഖമായിട്ട് ചെന്നു. ഒരമ്മച്ചി ചോദിച്ചു, എന്തിനാ വന്നത്? സുവിശേഷം പറയാനാണ് വന്നത്. ഹാർദവമായ സ്വീകരണം. മലയാറ്റൂർ ഭാഗത്ത് ഫാദർ തദ്ദേവൂസ് അരവിന്ദത്ത് എന്നെ ഒരു വീട്ടിലും കയറ്റരുത് എന്നും പറഞ്ഞ് 1000 നോട്ടീസ് അടിച്ചതിൻ്റെ പിറ്റത്തെ ദിവസമാണ് ആ അമ്മച്ചി എന്നെ വീട്ടിനകത്ത് കയറ്റിയിരുത്തുന്നത്. ഞാൻ വിചാരിച്ചു ദൈവമേ രക്ഷപ്പെട്ടു, ഇന്ന് ഈ അമ്മച്ചി രക്ഷിക്കപ്പെടും. അമ്മച്ചി അടുക്കളയിലുള്ള മോളെ വിളിച്ചു പറഞ്ഞു, മോളെ എന്താ പണി? ഇച്ചിരി തിരക്കാണ്, അതൊക്കെ പിന്നെ ചെയ്യാം, ഭൂമുഖത്തേക്ക് പോവാം. മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു വെടിക്ക് 2 പക്ഷി, അമ്മച്ചിയും രക്ഷിക്കപ്പെടും, മരുമോളും രക്ഷിക്കപ്പെടും. ഒന്ന് അനങ്ങി കുലുങ്ങി മര്യാദയ്ക്ക് അവിടെ ഇരുന്നപ്പം മോള് നേരെ ഭൂമുഖത്തേക്ക് വന്നു. ആരാ വന്നിരിക്കുന്നതെന്ന് അറിയാമോ? അറിയില്ല. അന്ത്യകാലത്ത് കർത്താവിൻ്റെ പേരും പറഞ്ഞ കള്ളക്രിസ്തുക്കൾ വരുമെന്ന് കഴിഞ്ഞ ആഴ്ച പള്ളിയിൽ അച്ഛൻ പറഞ്ഞല്ലേ, ഓ അതിലൊരുത്തനാണ് ഈ വന്ന് കയറിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കറുത്ത പാൻറ്റും വെള്ള ഷർട്ടും ഇട്ടവരെ നാട്ടുകാർ വിളിക്കുന്ന കർത്താവിൻ്റെ പേരും പറഞ്ഞ് ഓരോന്നിറങ്ങിയിരിക്കുകയാണെന്നാ. നമ്മൾ തെറ്റായിട്ടൊന്നും ധരിച്ചു വെക്കരുത്. നമ്മളാരും കർത്താവിൻ്റെ പേര് പറഞ്ഞ് കർത്താവിനെ കുറിച്ചാണ് പറയാൻ ചെല്ലുന്നത്, കർത്താവാണെന്ന് പറയാൻ ചെല്ലുന്നവരല്ല. കർത്താവാണെന്ന് പറയാൻ ചെന്നാൽ അവരെ വീടിനടിച്ചതിനകത്ത് കയറ്റരുത്. കർത്താവിനെ കുറിച്ചാണ് പറയാൻ ചെല്ലുന്നെങ്കിൽ വാതിൽ അടച്ചിടരുത്. അവരെ ആദിത്യ മര്യാദകൾ നൽകി സ്വീകരിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം. ഞാൻ ആ ഭാഗങ്ങൾ വിടുന്നു. ഇവിടെ ഈ 4 ലക്ഷണങ്ങളിൽ ആദ്യം എവിടെയാണ് ഇളക്കം തട്ടുന്നത് എന്നൊരു ചോദ്യത്തിലേക്ക് വരികയാണ്. ഒന്നാമത് ഇസ്രായേലാണോ, രണ്ടാമത് ജാതികൾ, മൂന്നാമത് സഭാലക്ഷണങ്ങൾ, നാലാമത്തേത് പ്രാപഞ്ചിക ലക്ഷണങ്ങൾ. ഇസ്രായേൽ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ മത്തായി 1:1 അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി. അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14, 14 × 3 = 42. അബ്രഹാം മുതൽ പിറകിലേക്ക് ആദാം വരെ 20, 42 20 62, 62 തലമുറകളുടെ ചരിത്രം പറയുമ്പോൾ വേദപുസ്തകത്തിനകത്ത് അതുണ്ട്. BC 4 യേശുവിൻ്റെ ജനനം, AD 30 യേശുവിൻ്റെ ക്രൂശീകരണം. പിന്നെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ AD 70 ലോകത്തിൻ്റെ 72 രാജ്യങ്ങളിലേക്ക് ചിതറിയ ഇസ്രായേലിൻ്റെ ചിതറിപ്പോക്ക്. യോഹന്നാൻ റോമാലേഖനത്തിൽ പറയുന്ന പോലെ അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? അതുകൊണ്ട് അവർ ചിതറിപ്പോയത് കൊണ്ട് അവരുടെ മടങ്ങിയ വരവ് പറയണം. ലേവ്യ പുസ്തകത്തിൽ 5 വാക്യമുണ്ട്. ഏകദേശം കണക്കെടുത്താൽ 1914 ഇസ്രായേലിന് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങി വരാനുള്ള അവസരങ്ങൾ ഉണ്ടാകുമെന്ന്. നമ്മൾ വേദപുസ്തകത്തിൻ്റെ ഈ ബൈനോക്കുൾ കൂടെ നോക്കുമ്പോൾ അത് 1-ാം ലോകമഹായുദ്ധമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ 1914 1-ാം ലോകമഹായുദ്ധം ഉണ്ടാകണം എന്ന കണക്ക് K. എബ്രഹാം സാറിൻ്റെ മഹൽ പ്രവചനങ്ങൾ എന്ന പുസ്തകത്തിൽ പണ്ടുകാലത്ത് വായിച്ചിട്ടുള്ളത് ഞാൻ ഓർക്കാറുണ്ട്. ലേവ്യ
പുസ്തകത്തിൽ 26-ാം അധ്യായത്തിൻ്റെ ആ 5 വാക്യങ്ങൾ വ്യാഖ്യാനിച്ചാൽ കിട്ടുന്നത് 2560 20 ദിവസങ്ങൾ അവരെ ശിക്ഷിക്കണമെന്ന്. BC 606 ആരംഭിച്ച ശിക്ഷാ കാലയളവ് അവസാനിക്കുമ്പോൾ കൃത്യം AD 1914 കിട്ടും. സമയമില്ലാത്തതുകൊണ്ട് വിസ്താരത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഏതായാലും 14 ആരംഭിച്ച് 18 11-ാമത്തെ മാസം 11-ാം തീയതി 11 മണിക്ക് യുദ്ധപരിസമാപ്തിയിൽ ഒപ്പുവെക്കപ്പെട്ട ഒന്നാം ലോക മഹായുദ്ധം 1948 മെയ് 16 അവർ സ്വന്തം രാജ്യമായി മാറിയത്. 67 മുതൽ നടന്ന പ്രധാനപ്പെട്ട 6 യുദ്ധങ്ങൾ, 85-ലെ കൊടിയുയർത്തൽ, പിന്നെ ഗാസ മുനമ്പിൽ വെസ്റ്റ് ബാങ്കിൽ ഇന്നും നടക്കുന്ന പശ്ചിമേഷ്യൻ സംഘർഷാവസ്ഥകൾ, ഇതെല്ലാം കൂടെ ഞാനിങ്ങനെ ഭൂമിശാസ്ത്രപരമായി ബൈബിളപരമായിട്ടൊക്കെ പറയുമ്പോഴാണ് ഈ ഇസ്രായേൽ ലക്ഷണങ്ങൾ ആകുന്നത്. സമയമില്ലല്ലോ, അങ്ങോട്ട് കിടക്കാൻ നിർവാഹമില്ല. ജാതീയ ലക്ഷണങ്ങൾ എന്താണ്? രാജാവ് കണ്ട സ്വർണത്തിൻ്റെ ബിംബമാണ്. തല തങ്കം കൊണ്ട്, നെഞ്ചും കൈയും വെള്ളി കൊണ്ട്, വയറും അരയും താമ്രം കൊണ്ട്, കാല് ഇരുമ്പ് കളിമണ്ണ്. എല്ലാവർക്കും അറിയാം ഒന്നാമത്തെ സാമ്രാജ്യമായ ബാബേൽ സാമ്രാജ്യം, രണ്ടാമത്തെ മേദ്യരും പാർസികളും അടങ്ങുന്ന, മേദ്യരാണ് ആദ്യം വന്നത്. പാർസികൾ പിന്നാലെ വന്നെങ്കിൽ ചരിത്ര പ്രസിദ്ധരായി അവർ മാറിയത് കൊണ്ടാണ് പേർഷ്യൻ സാമ്രാജ്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2 കരങ്ങൾ നെഞ്ചോട് ചേർന്നിരിക്കുന്നു, ഒറ്റ സാമ്രാജ്യമായിട്ട് മാറിയിരിക്കുന്നു. അരിസ്റ്റോട്ടലിൻ്റെ, പ്ലേറ്റോയുടെ, പൈതഗോറസിൻ്റെ, തത്വജ്ഞാനികളുടെ തറവാട്, ഈറ്റില്ലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന യവനായ സാമ്രാജ്യം എന്ന എഴുത്തുകാരുടെ ഭാഷയിൽ ബൈബിൾ പറയുന്ന ഗ്രീസ് എന്ന് പറയുന്ന 3-ാമത്തെ സാമ്രാജ്യം. 4-ാമത്തത് കാല്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നീളമുള്ള അവയവം ഏതാണ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ചില ആളുകൾ വർത്തമാനം പറയുന്നത് കണ്ടാൽ അവരുടെ നാവാണ് എന്ന് പറയാൻ തോന്നുമെങ്കിലും അതല്ല, കാലുകളാണ്. ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വർഷം ഭരണം നടത്തിയത് റോമൻ സാമ്രാജ്യമാണ്. 2 കാലുകൾ, കിഴക്കൻ റോമ, പടിഞ്ഞാറൻ റോമ. 10 വിരലുകൾ, 10 നാട്ടുരാജാക്കന്മാർ ചേർന്ന് അത് പങ്കിട്ടെടുത്തു. കൈതൊടാത്ത കല്ല് പറഞ്ഞു വരുന്നു, ഇവരെ അടിച്ച് ധൂളിയായി മാറ്റിക്കളയുന്നു. ലോകത്തിൽ ഒരു പ്രതിപക്ഷം പോലുമില്ലാതെ 1000 വർഷം ഭരിക്കുവാൻ വരുന്ന ഏകചക്രാധിപതിയും രാജാതിരാജാവുമായ യേശുക്രിസ്തുവിൻ്റെ 5-ാം ലോക സാമ്രാജ്യം നമ്മൾ രാഷ്ട്രീയപരമായി വിവരിക്കുമ്പോൾ ജാതീയ ലക്ഷണങ്ങളാകും, അവിടെ തൊടാൻ നിർവാഹമില്ല. 3-ാമത്തേത് സഭാലക്ഷണങ്ങളാണ്. തിമോത്തിയോസ് ലേഖനത്തിൽ 18 ലക്ഷണങ്ങൾ, ആഗോള വ്യാപകമായ സഭയിൽ 11 ലക്ഷണങ്ങൾ, ഏറ്റവും ചുരുങ്ങിയത് 29 ലക്ഷണങ്ങൾ വിശ്വാസികളിൽ ഞാൻ പറയണം. ഇന്നത്തെ വിശ്വാസികളെയും നമ്മളെയൊക്കെ സംബന്ധിച്ച് 29 അല്ല 290 പറയാൻ കിട്ടുമെങ്കിലും വേദപുസ്തകത്തിനകത്ത് 29 പറയേണ്ടിയിരിക്കുന്നു. അതും ഇന്ന് പറയാൻ നിർവാഹമില്ല. പിന്നെ 4-ാമത്തേത് പ്രാപഞ്ചിക ലക്ഷണങ്ങളാണ്. 2 പാർട്ടായിട്ട് തിരിക്കാം. സഭാലക്ഷണം 2 പാർട്ടാണ്, സാർവത്രിക സഭ, പ്രാദേശിക സഭ. പിന്നെ ഉള്ളത് പ്രാപഞ്ചിക ലക്ഷണങ്ങൾ. 1 ആകാശത്തിൽ നടക്കുന്ന സൂര്യൻ, ചന്ദ്രൻ ആദിയായ കാര്യങ്ങളൊക്കെ. 2-ാമത് ഭൂമിയിൽ നടക്കുന്ന യുദ്ധം, ക്ഷാമം, ഭൂകമ്പം, കുടിവെള്ളത്തിൻ്റെ ക്ഷാമം, മാരകമായ രോഗങ്ങൾ, മലകൾ, ദ്വീപുകൾ കാണാതാകുന്ന, ഖത്തറൊക്കെ എങ്ങനെ ഇല്ലാതെയാകും എന്നിത്യാദി കാര്യങ്ങളൊക്കെയാണ് ഭൂമിയിലേക്ക് നമ്മൾ വരുമ്പോൾ കാണാൻ കഴിയുന്നത്. അതും സമയത്തിൻ്റെ കുറവുകൊണ്ട് ഇട്ടേച്ചു പോവുകയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഏതാ ഇട്ടേച്ച് പോകാത്തത് എന്ന് നിങ്ങൾ ചോദിക്കുമല്ലോ. ഏതെങ്കിലും ഒരെണ്ണം തുടങ്ങിയേ പറ്റുള്ളൂ. ക്രമം അനുസരിച്ച് എവിടെ തുടങ്ങും എന്ന് ചോദിച്ചാൽ ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആദ്യം ഇളകുന്നത് എവിടെയാണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വാക്യം ഒന്ന് വായിപ്പിക്കണമെന്നില്ല, എന്നാലും നിങ്ങളിങ്ങനെ മറിച്ച് നോക്കുന്നുണ്ടെന്ന് വായിക്കുന്ന നല്ലതാണ്. ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. ഹഗ്ഗായി 2:6 അതാണ് വാക്യം. ഹഗ്ഗായി പ്രവചനം വല്ലപ്പോഴൊക്കെ എടുക്കുന്ന നല്ലതാണ്. നമ്മുടെ പുസ്തകം പഴയതല്ല, കടും പുത്തനാണ് എന്നൊരു മണം അതിനകത്തുനിന്ന് കിട്ടും. അപ്പോൾ ആ പുസ്തകം എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആശ്വാസം, എൻ്റെ പുസ്തകം പഴയതല്ലല്ലോ എന്നുള്ളത്. ഇപ്പോഴും ചില ഹഗ്ഗായി നോക്കുന്ന പോലെ ഇനി നോക്കണ്ട, അത് ഫിലിപ്പ് ലേഖനത്തിനും ഫിലേമോൻ്റെ ലേഖനത്തിനും ഇടയ്ക്കായിരിക്കും എന്ന് കരുതിയാണ് നോക്കുന്ന. അവിടെ അല്ല, പഴയമത്തിനകത്താണ്. അതവിടെ അടച്ചു വെച്ചേര് നമുക്ക് വേഗം അങ്ങോട്ട് പോകാം. അവിടെ വായിക്കുന്നത് എന്നാണെന്നറിയാമല്ലോ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനി ഞാൻ കുറഞ്ഞു എന്ന് കഴിഞ്ഞിട്ട് ആദ്യം എവിടെ മോളെ ഇളക്കുന്നത്? ആകാശത്തെ ഇളക്കും. അത് കഴിഞ്ഞാണ് ഭൂമിയെ ഇളക്കുന്നത്. അത് കഴിഞ്ഞാണ് കടലിനെ ഇളക്കുന്നത്. അത് കഴിഞ്ഞാണ്
കരയിളക്കുന്നത്. ചുമ്മാ ഇളക്കുകയാണോ? ചുമ്മാ ഇളക്കുകയല്ല. പണ്ട് അമ്മച്ചിമാരെ കടകോൽ ഇട്ടുകൊണ്ട് തൈരിനകത്തൊരു ഇളക്കുണ്ട്. പിള്ളേർ ചോദിക്കും, എന്തിനാ ഇങ്ങനെ അങ്ങോട്ട് ഇളക്കുന്നു ഇങ്ങോട്ട് ഇളക്കുന്നു, അങ്ങോട്ട് ഇളക്കുന്നു ഇങ്ങോട്ട്, വേറെ എങ്ങോട്ടും ഇളക്കുന്നില്ല, കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്കൊന്നുമില്ല, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം. അമ്മച്ചിക്ക് പറയാനുണ്ട്, മക്കളെ ഇതിനകത്ത് തൈരുണ്ട്, ഇതിനകത്ത് മോരുണ്ട്, ഇതിനകത്ത് വെണ്ണയുണ്ട്, ആർക്കും വേണ്ടാത്ത പിശറായി കിടക്കുന്ന മാലിന്യ ജലവും ഇതിനകത്തുണ്ട്. പക്ഷേ ഈ തിരിച്ചിങ്ങനെ എടുത്താൽ മാത്രമേ ഇത് വേർതിരിയപ്പെടുകയുള്ളൂ. ചെന്നായ്ക്കളും കുഞ്ഞാടുകളും വേർതിരിക്കപ്പെടാൻ പോവുകയാണ്. നന്മയും തിന്മയും വേർതിരിക്കപ്പെടുവാൻ പോവുകയാണ്. സ്വർഗവും നരകവും വേർതിരിക്കപ്പെടുവാൻ പോവുകയാണ്. ദൈവവും പിശാചും വേർതിരിക്കപ്പെടുവാൻ പോവുകയാണ്. അർത്ഥാൽ 150 ലക്ഷണങ്ങൾ എന്ന കടകോലിട്ട് ആകാശവും ഭൂമിയും ഇവിടെ കടലും കരയും കൂടെ തമ്പുരാൻ ഇളക്കിക്കഴിയുമ്പോൾ സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. ഏതാണ് സകല ജാതികളുടെയും മനോഹര വസ്തു? വന്യവയോധികനായ ശിമയോൻ യേശു കർത്താവിനെ കയ്യിൽ എടുത്തിട്ട് പ്രതിവചിച്ച വാചകം നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ നാഥ അടിയനെ സമാധാനത്തോടെ പറഞ്ഞയക്കണമേ, ഇസ്രായേലിന്റെ മഹത്വവും സകല ജാതികൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. ഇതെല്ലാം ഇളകുമ്പോൾ മനസ്സിലാക്കണം, സകല ജാതികളുടെയും മനോഹര വസ്തുവാകുന്ന ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുവാനുള്ള ഇളക്കങ്ങളാണ് ഈ നടക്കുന്നത്. 3 ലോകങ്ങൾ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നുണ്ട്. കനോട്ടിക് പാസേജ് എന്ന വേദശാസ്ത്രം വിളിക്കുന്ന ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 11 വരെ ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസ രൂപമെടുത്ത മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണം. അതൊന്നും നമുക്ക് അടുത്ത ഭാഗത്ത്. അതുകൊണ്ട് പിതാവായ ദൈവം അവനെ ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ 1 സ്വർലോകരുടെയും 2 ഭൂലോകരുടെയും 3 അധോലോകരുടെ, അത്രയും മതി. മുഴങ്കാലുക്കയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിന് പുകഴ്ചയ്ക്കായി ഏറ്റു പറയുകയും ചെയ്യേണ്ടി വരും. അവിടെ 3 ലോകം പറഞ്ഞിട്ട് 1 സ്വർലോകം, 2 ഭൂലോകം, 3 അധോലോകം, അത്രയും മതി. മത്തായി 24:3 പറയുകയാണ്, അത് എപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകങ്ങളുടെ അവസാനമെന്നല്ല. നമ്മൾ പണ്ടൊരു പാട്ട് പാടും, ലോകങ്ങൾ അവസാനിക്കും. ഒരല്പം മിസ്റ്റേക്കാണത്. ലോകമേ അവസാനിക്കത്തുള്ളൂ, ലോകങ്ങൾ അവസാനിക്കത്തില്ല. സ്വർഗരാജ്യവും അഥവാ നരകവും ഇത് രണ്ടും നിത്യതയാണ്. നരകം നിത്യതയാണോ എന്നൊരു സംശയം ചിലർക്കുണ്ട്. എൻ്റെ പിതാവിനാൽ ശപിക്കപ്പെട്ടവരെ പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിനെന്നാണ്. എന്ന് പറഞ്ഞത് രണ്ടും മാറ്റമില്ലാത്തതാണ്. അപ്പോൾ സ്വർലോകത്തിനും മാറ്റമില്ല, നരകത്തിനും മാറ്റമില്ല. ആ 2 രാജ്യത്തേക്കും മനുഷ്യരാരും ഇതുവരെ പ്രവേശിച്ചിട്ടുമില്ല. മനുഷ്യരാരും നരകത്തിൽ പോകത്തുമില്ല, പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും എന്നാണ്. കർമ്മപാപം എന്ന ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴാണ് പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. അങ്ങനെയാണ് നരകത്തിൽ പോകാനുള്ള യോഗ്യതയുണ്ടാകുന്നത്. ആ മനുഷ്യൻ യേശുവിനെ കൈക്കൊണ്ട് രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ അവൻ ദൈവത്തിൻ്റെ മകനാകുന്നു. സ്വർഗത്തിലേക്ക് പോകാനുള്ള യോഗ്യത കൃപയാൽ അവന് ലഭ്യമാവുകയാണ്. അപ്പോൾ ഈ 2 ലോകങ്ങളും നിലനിൽക്കും. ഭൂലോകമാണ് നശിക്കേണ്ടത്. അവിടെ വളരെ വ്യക്തമാണ്, ഭൂലോകത്തിൽ ഉള്ളവരാണ് സ്വർലോകത്തിലേക്കും അധോലോകത്തിലേക്കും പോകേണ്ടവർ. അപ്പോൾ ഭൂലോകത്തിൻ്റെ അതിർത്തി എവിടെയാണ്? ഭൂലോകത്തിൻ്റെ അതിർത്തി താഴെ 35 കിലോമീറ്റർ ക്രസ്റ്റാണ്. 2870 കിലോമീറ്റർ മാൻഡിൽ എന്ന് പറയുന്ന ഭാഗമാണ്. മുകളിൽ ശൂന്യാകാശമാണ്. അപ്പോൾ ശൂന്യാകാശത്തിൻ്റെ തട്ട് ഇളകണം, താഴെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി മാറണം. ഇത് രണ്ടും കൂടെ മാറിക്കഴിയുമ്പോൾ ഭൂലോകം മാറിപ്പോകും. അപ്പോഴാണ് വെളിപ്പാട് പുസ്തകം 21 പറയുന്ന, അനന്തരം ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. എബ്രായലേഖനം 12-ാം അധ്യായത്തിൻ്റെ 26, 27, 8, 9 തുടങ്ങിയ വാക്യങ്ങൾ വായിക്കുമ്പോൾ അന്ന് അവൻ്റെ ശബ്ദം ഈ ഭൂമിയെ ഇളക്കി. ഇനി ഒരിക്കൽ എന്നത് അവൻ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കാനായിട്ട് പോവുകയാണ്. എന്നിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്, ഈ ഇളക്കമുള്ളത് നിർമ്മിതമാണ്, ഇതിന് മാറ്റം വരേണ്ടത് ആവശ്യമാണ്. അങ്ങനെ നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരുമെന്ന് സൂചിപ്പിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, നിർമ്മിതമായ ഇളക്കമുള്ളത് മാറ്റിക്കളഞ്ഞിട്ട് ഇളകാത്തൊരു രാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെടുവാൻ പോവുകയാണ്. ആകയാൽ നിങ്ങൾ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയോടെ ഭയത്തോടെ യഹോവയെ സേവിക്കുക എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഒറ്റവാക്കിൽ പറയട്ടെ, ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്നതും അത് തന്നെയാണ്. ഇളകാത്ത ഒരു രാജ്യം ഈ ലോകത്തിൽ സ്ഥാപിതമാകുവാനായി പോവുകയാണ്. ദൈവത്തിൻ്റെ വനത്തിലേക്ക് വരുമ്പോൾ ആദ്യം ഇളകുന്നവിടെ ആകാശം എന്ത് ചെയ്യും?
ഇളകും. ആകാശം ഇളകും. ആകാശം ഇളകും എന്ന് പറഞ്ഞാൽ അവിടെ മാത്രമേ നിൽക്കാൻ ഒക്കത്തുള്ളല്ലോ. ഭൂലോകം ഇളകുമെന്ന് പറയും. ആകാശത്തിൻ്റെ ബൈബിൾ പറഞ്ഞ ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. ഭൂമിയും മൂലപദാർത്ഥങ്ങളും കത്തിയഴിയും. കത്തിയാൽ അഴിയും എന്ന് പണ്ട് കണ്ടുപിടിച്ചില്ല. അതുകൊണ്ടാണ് ടെം-നോ, ആറ്റമിനിടയിൽ വിഭജിക്കുവാനാകാത്ത സമയം എന്ന് പറഞ്ഞത്. പക്ഷേ H2O കത്തിയാൽ അഴിയും എന്ന് പിന്നീട് കണ്ടുപിടിച്ചു. അപ്പോൾ കത്തുന്നൊരു സമയം വരാൻ പോവുകയാണ്. കത്തിയാൽ അഴിയും. മേലെ കാണുന്ന ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോവുകയും ഭൂമിയും മൂലപദാർത്ഥങ്ങളും കത്തി അഴിയുകയും ചെയ്ത് രണ്ടും കൂടെ മാറിപ്പോകുമ്പോൾ നാം വിശ്വസിക്കുന്ന ഇളകാത്ത രാജ്യം ഇവിടെ സ്ഥാപിതമാകുവാൻ ഇടയായിത്തീരും. അതിന് എവിടെയാണ് ആദ്യം ഇളകുന്നത്? അവിടെ വായിച്ചല്ലോ. യഹോവ ഞാൻ കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ആദ്യം എവിടെ ഇളക്കും? ആകാശത്തെ ഇളക്കും. ഞാനൊരു സയൻറ്റിസ്റ്റൊന്നുമല്ല, അങ്ങനെ പറയാനുള്ള ഒരു കാര്യങ്ങളൊന്നും ഞാൻ പഠിച്ചിട്ടുമില്ലെങ്കിലും ഇതൊക്കെ പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടും പലരോടും പറയാനുള്ള ഒരു വലിയ ആവേശം കൊണ്ടും അവിടങ്ങളൊക്കെ നോക്കി പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ആകാശമിളകും, ആകാശമിളകും എന്ന് പറഞ്ഞാൽ കാര്യം മനസ്സിലായല്ലോ. വെളിപ്പാട് പുസ്തകത്തിനകത്ത് 6-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ മഹാപീഡനകാല സംഭവത്ത് നടക്കുന്ന 61 ബാധകളുടെ ചില ബാധകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ പറയുന്നത് അപ്പോൾ വലിയ ഭൂകമ്പം ഉണ്ടായി. അടുത്തെന്താണ്? സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ രക്തതുല്യമായി, മുഴുവൻ രക്തതുല്യമായി മാറിപ്പോയി. ഈ നക്ഷത്രങ്ങൾക്ക് എന്ത് സംഭവിച്ചു? അത്തിക്കായകൾ പഴുത്തിട്ട് പെരുങ്കാറ്റുകൊണ്ട് ഉതിർന്ന് താഴെ വീഴുന്നത് പോലെ അത് നേരെ താഴോട്ട് വന്ന് വീണെന്നാണ്. നക്ഷത്രങ്ങളല്ല വീഴുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അങ്ങോട്ട് വരാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. വേഗത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. സൂര്യൻ കരിമ്പടം പോലെ കറുക്കും. എനിക്ക് പണ്ടത്തെ ഉപദേശിമാരെ ഭയങ്കര ഇഷ്ടപ്പെടാനുള്ള പല കാരണങ്ങളുണ്ട്. ഇന്നത്തെ പല ആൾ ഇരുന്നിട്ട് പണ്ടത്തെ ഉപദേശിമാരുടെ ഒരു 50 കുറ്റം പറയുന്ന ആളുകളാണ്. അവരുടെ ഒരു കുറ്റം പറയാനുള്ള യോഗ്യത ഒരുത്തനുമില്ലെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്ന ഒരു സത്യമാണ്. ഏതായാലും അവിടെ നിൽക്കട്ടെ. പണ്ടത്തെ ഉപദേശിമാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ സൂര്യന് അയനമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അന്ന് കയ്യാലപ്പണിക്കാരാ പ്രസംഗിക്കുന്നത്, 4-ാം ക്ലാസ്സുകാരാ പ്രസംഗിക്കുന്നത്. കവലകളിലെല്ലാം മാവിൻ്റെയും പ്ലാവിൻ്റെയും മൂട്ടിൽ നിന്നുകൊണ്ട് ശക്തമായി വിളിച്ചു പറഞ്ഞു. അപ്പോൾ ആളുകൾ പറഞ്ഞു, ഇവൻ്റെ തലയ്ക്കൊക്കെ ഇളക്കമാ, 1-2 കുളി ഭംഗിയായി ചെയ്തിടുകയിൽ കുറേയൊക്കെ മാറും, ചെറുപറാപ്പറയിലും പറച്ചിലും മനുഷ്യനായാൽ മണ്ടയിലെ തലച്ചോറ് വേണ്ടിയ വല്ല കുണ്ടാമണ്ടിയും ഒപ്പിച്ചിടുമെന്നാണ് ഇയാൾ. എൻ്റെ കവിതയല്ല, മഹാകവി KV സൈമൺ സാറിൻ്റെ വേദ ഉൽപ്പത്തി പുസ്തകത്തിനകത്തുള്ള വേദവിഹാരം കവിതയിലെ 1-2 വരികൾ. പെന്തക്കോസ്തുകാർ അന്നും ഇന്നും എന്ത് കാര്യം പറഞ്ഞാലും നമ്മുടെ സ്ക്രൂ ഇളകിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ? സൂര്യന് അയനമില്ലെന്നാണ് പണ്ട് കാലത്ത് പഠിപ്പിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ പെന്തക്കോസ്തിലെ ഉപദേശിമാർ വിടുവോ? അവർ ശാസ്ത്രമൊന്നും പഠിച്ചേച്ചല്ല പ്രസംഗിക്കാൻ ഇറങ്ങിയത്, വേദപുസ്തകം വിശ്വസിച്ചിട്ടാണ് അവർ പ്രസംഗിക്കാൻ ഇറങ്ങിയത്. 19-ാമത്തെ സങ്കീർത്തനം ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകലിന് വാക്കുപൊഴിക്കുന്നു, രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനില്ല. ഈ ഭൂമിയുടെ ഒരറ്റത്ത് നിന്ന് അതിൻ്റെ ഉദയം, മറുവറ്റം വരെ അതിൻ്റെ അയനം, ഇംഗ്ലീഷിൽ സർക്യൂട്ട്, അയനം ആകുന്നു. അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളന് തുല്യം. വീരനെ പോലെ തൻ്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു. അവിടെ അവൻ സൂര്യന് ഒരു കൂടാരം അടിച്ചിരിക്കുന്നു. 2 വാക്കുകൾ ഹൈലൈറ്റ് ചെയ്യുന്നു. 1 അയനം എന്ന വാക്ക്, 2 ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു. ഈ ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞവരെ ഉരുട്ടിക്കൊന്ന ശാസ്ത്രീയ ചരിത്രത്തിൻ്റെ അബദ്ധങ്ങൾ എനിക്കും നിങ്ങൾക്കും അറിയാം. ശാസ്ത്രം എന്ത് പറഞ്ഞാലും അനുമാനങ്ങളെ പറയൂ. ഉപദേശിമാരാരും അനുമാനങ്ങൾ പറയാറില്ല. ബൈബിൾ അനുമാനം പറയാറില്ല. ബൈബിൾ ന്നത് തന്നെ ആധികാരികമായിട്ട് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എത്ര ചോദ്യം വേണമെങ്കിലും ചോദിക്കാം. എന്ന് ആദിയിൽ ആര്? ദൈവം. എന്തോന്ന്? ആകാശം. എങ്ങനെ സൃഷ്ടിച്ചു? ഏത് ചോദ്യത്തിനും ഉത്തരം പറഞ്ഞുകൊണ്ടാണ് ആധികാരികമായി ബൈബിൾ ആരംഭിക്കുന്നത്. ബൈബിൾ പറയുകയാണ് സൂര്യന് ഒരു അയനമുണ്ടെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 9,30,00,000 മൈൽ അകലത്തിലാണ് സൂര്യൻ നിൽക്കുന്നതെന്ന് അന്ന് ശാസ്ത്രം പറഞ്ഞു. ഇന്ന് പറഞ്ഞു 15 ലക്ഷം മൈൽ കോടി അകലത്തിലാണ് ഈ സൂര്യൻ നിൽക്കുന്നത്. അന്തർഭാഗത്ത് 4 കോടി ഡിഗ്രി ചൂടുണ്ട്. അതിൻ്റെ ഉപരിതലത്തിൽ മാത്രം 12,000 ഡിഗ്രി ചൂടുണ്ട്. സൂര്യനിൽ നിന്നും പുറപ്പെടുന്ന തീജ്വാലയുടെ നീളം എന്ന് പറയുന്നത് 25,000 കിലോമീറ്റർ നീളമാണ്. ഇത്രയും കൃത്യമായി ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ട്, ഇയാളുടെ വർത്തമാനം കേട്ട ഇയാൾ ആനപ്പുറത്ത് പാപ്പാൻ കയറിയിരിക്കുന്ന പോലെ തെർമോമീറ്ററുമായിട്ട് സൂര്യൻ്റെ പുറത്ത് കയറിയിരുന്ന്
കൃത്യമായി അളന്നുകൊണ്ട് വന്നതുപോലെ ഉണ്ടല്ലോ എന്നൊന്നും ചിന്തിക്കരുത്. ഞാൻ ആദ്യമേ പറഞ്ഞ ശാസ്ത്രം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ച് പഠിച്ചേച്ച് പറയുകയാണ്. പക്ഷെ അവർ സമ്മതിച്ചില്ല അയനമുണ്ടെന്നുള്ള കാര്യം. പിന്നീട് ശാസ്ത്രം സമ്മതിച്ചു അയനമുണ്ട്. ഈ ഭൂമിയെപ്പോലെ സ്വയം അച്ചുതണ്ടിൽ കറങ്ങി വരുന്നു 28 ദിവസം. ഈ ബുധനും വ്യാഴവും നെപ്റ്റ്യൂണും ശനിയും ഒക്കെ അടങ്ങുന്ന സൗരയൂഥ കുടുംബം ഒരു സെക്കൻഡിൽ 12 മൈൽ വേഗത്തിൽ എങ്ങോട്ടേക്ക് യാത്ര ചെയ്യുന്നു? വടക്കോട്ടേക്ക് വെച്ച് പിടിക്കുന്നു. ഏത് വടക്കോട്ടേക്ക് വെച്ച് പിടിക്കുന്നു? തിരുവനന്തപുരത്ത് ഞാൻ ചെല്ലുമ്പോൾ ചോദിക്കും എവിടെ വരുന്നത്? അങ്കമാലി. വടക്കാണല്ലേ? അങ്കമാലി വടക്കാണെന്ന് ആര് പറഞ്ഞു? കേരളത്തിൻ്റെ മധ്യഭാഗമാണ് കറുകുറ്റി. അപ്പം നമ്മുടെ വടക്കേത കോഴിക്കോട്, അവരുടെ വടക്കേത കാസർഗോഡ്, അവരുടെ വടക്കേത മംഗലാപുരം, അവരുടെ വടക്കേത വടക്കേ ഇന്ത്യ, അവരുടെ വടക്കേത വടക്ക് തീരുകയല്ലോ. ഭൂമി ഉരുണ്ടതായതുകൊണ്ട് വടക്ക് തീരത്തില്ല. അതുകൊണ്ടാണ് പഴമക്കാർ ഒരു ഏറെ തെക്കോട്ട് പോകരുത്, വടക്ക് വശത്തെത്തും. അതും സത്യമാ. ഏറെ തെക്കോട്ട് പോയാൽ വടക്ക് വശത്തെത്തും. ഏതായി വടക്ക് വശം? ഇവിടെ ശാസ്ത്രം പറയുന്നത് ഭൂപടത്തിൻ്റെ വടക്ക് ഭാഗം എന്ന് പറയുന്നത് ഭാഗമാണ്. ചൂരവടി എടുത്തിട്ട് വടക്ക് ഭാഗം പറയോ? ഉത്തര ധ്രുവത്തിൽ നക്ഷത്രങ്ങൾ ഇല്ലാത്ത, മിൽക്കി വേ ഇല്ലാത്ത, ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും പറയുന്ന ആകാശ ഗംഗ എന്നൊക്കെ പറയും ഇമാജിൻ ചെയ്ത ഒന്നുമില്ലാത്ത നോർത്തെ നെബൂള എന്ന് 1977 ശാസ്ത്രം വിളിച്ച ശൂന്യമായി കിടക്കുന്ന ഒരു ഭാഗം, അവിടേക്കാണ് ഇതെല്ലാം പോകുന്നത് എന്നാണ് ശാസ്ത്രം ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട് ശാസ്ത്രജ്ഞന്മാരൊക്കെ പുറത്തുവിട്ട സംഭവങ്ങളൊക്കെ. 77 അവർ ചോദിക്കുന്നു ഈ നോർത്തേൺ നെബൂളിൽ എന്താണുള്ളതെന്നാണ് അവർ ചോദിക്കുന്നത്. 4 കാര്യങ്ങൾ അവർ പറഞ്ഞത് ഞാൻ വായിച്ചിട്ടുണ്ട്. ആനക്കൊമ്പിന് സമാനമായ വെണ്മ പോലെ ഞങ്ങൾ അവിടെ കാണുന്നു. രണ്ടാമത് ഒരു കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ പ്രവേശന കമാനം പോലെ ഒരു കവാടം ഞങ്ങൾ അവിടെ കാണുന്നു. മൂന്നാമത് സ്വച്ഛ സ്ഫടികമായി കിടക്കുന്ന ഒരു തടാകം പോലെ ഞങ്ങൾ അവിടെ കാണുന്നു. ഈ 3 ആശയത്തിലും അനുമാനം പോലെ എന്ന അഭിപ്രായമേ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് 77 സയൻറ്റിസ്റ്റുകൾ വായിച്ചത് ലോകത്തുള്ള മുഴുവൻ മതഗ്രന്ഥങ്ങളാണ്. അവർ വേദപുസ്തകത്തിലേക്ക് വന്നപ്പോഴാണ് 3 വാക്യങ്ങൾ അവർ ശ്രദ്ധയിൽപ്പെട്ടത്. ഒന്ന് പ്രേമത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ ആകാശത്തിൽ മാളികകളെ പണിയുന്നു. യോഹന്നാന്റെ സുവിശേഷം 14 രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. അപ്പോസ്തലപ്രവൃത്തി 1:11 പറയാണ്, മേഘങ്ങളിൽ എടുക്കപ്പെട്ടു. ഈ 3 വാക്യങ്ങൾ കണക്ട് ചെയ്തിട്ട് 77 സയന്റിസ്റ്റുകാർ വേദപുസ്തകത്തോട് ചോദിച്ച ചോദ്യം ഇതാണ്: ക്രിസ്ത്യാനികളുടെ മതഗ്രന്ഥമായ വേദപുസ്തകത്തിനകത്ത് അവരുടെ ദൈവമായ യേശുക്രിസ്തു പണിയും എന്ന് പറഞ്ഞ ആ സ്വർഗരാജ്യമായിരിക്കുമോ ഇത് എന്ന് ചോദിച്ചുകൊണ്ട് 77 ഒരു കൂട്ടം സയന്റിസ്റ്റുകൾ വേദപുസ്തകത്തിന്റെ ദൈവവിശ്വാസീയത അംഗീകരിക്കുന്നതിനും യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാനും ഇടയായി. 1349 ഗ്രാം തൂക്കമുള്ള തലച്ചോറ് കൊണ്ട് കോടിക്കണക്കിന് പണം മുടക്കി ഒരു സ്വർഗരാജ്യമുണ്ടെന്ന് ഗതികെട്ട ലോകത്തിന്റെ മുൻപാകെ നാണം കെട്ട് സമ്മതിക്കേണ്ടി വരുമ്പോൾ പള്ളിക്കൂടത്തിന്റെ പടിവാതിൽ പോലും കണ്ടിട്ടില്ലാത്ത ദിദിമോസ് എന്ന തോമസിനോട് യേശു പറഞ്ഞു, തോമസേ, കാണാതെ വിശ്വസിച്ചവൻ ഭാഗ്യവാൻ. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ശാസ്ത്രീയ സംഭവങ്ങൾ അറിഞ്ഞൊന്നുമല്ല യേശുവിനെ വിശ്വസിച്ചത്. പക്ഷെ ഞാൻ അടിവരയിട്ടൊരു കാര്യം പറയാം, ഈ പുസ്തകം എടുത്തവന് തിരുത്തി പറയേണ്ടി വരത്തില്ല. അഭിമാനകരമായി പുസ്തകം നെഞ്ചിലേറ്റി ഉയർത്തിപ്പിടിക്കുവാൻ ഇന്ന് രാത്രിയിലും കൃപ നൽകിയ ദൈവത്തെ ഈ രാത്രി ഞാൻ സ്തുതിക്കുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്. എന്താണിത്? വടക്കോട്ട് പോകും. നിങ്ങൾക്കറിയാമല്ലോ, വടക്കാണ് സ്വർഗം. 1000 വട്ടം രേഖപ്പെടുത്തിയിട്ടില്ലേ വടക്കാണ് സ്വർഗമെന്ന്? പണ്ടൊക്കെ നമ്മൾ ഈ കടലിൽ പോകുന്ന ആളുകളെ, ഞാൻ ഗുജറാത്തിൽ നിന്ന് ചെന്നപ്പം അവിടെ ഒരു സാധനം വെക്കുന്ന 20 രൂപയേ ഉള്ളൂ. പേരെന്നറിയാമല്ലോ? കടലിൽ പോകുന്ന ആളുകൾ പണ്ട് ദിശ മനസ്സിലാക്കുവാൻ ഉപയോഗിച്ചിരുന്ന ഒരു സാധനം. എന്തോന്നാ പേര്? വടക്ക് നോക്കി യന്ത്രം. എന്നാ തെക്ക് നോക്കി യന്ത്രം ഒന്ന് പേരിടാത്തത്? വടക്കോട്ടാണോ നോക്കി? 20 രൂപേൻ്റെ വിലയുള്ളത്, നമ്മളാരും മേടിക്കാറില്ലെന്നുള്ള വേറെ കാര്യം. ആ വടക്ക് നോക്കി യന്ത്രത്തിൻ്റെ കാന്തസൂചികൾ ഉത്തര ധ്രുവത്തിലെ നക്ഷത്രങ്ങൾക്ക് അഭിമുഖമായി മാത്രമേ അത് സ്ഥിതി ചെയ്യുകയുള്ളൂ. അതുകൊണ്ടാണ് അതിന് വടക്ക് നോക്കി യന്ത്രം എന്ന് പേരിട്ടിരിക്കുന്നത്. ഭൂമി എന്താ പടിഞ്ഞാറോട്ട് ചെരിഞ്ഞിരിക്കാത്ത? എന്താ കിഴക്കോട്ട് ചെരിഞ്ഞിരിക്കാത്ത? അത് നേരെ വടക്കോട്ടാ ചെരിഞ്ഞിരിക്കുന്നത്. അല്പം ചെരിവ് കൂടിയാൽ അറിയാമല്ലോ, തണുത്തുറഞ്ഞ്
മറിഞ്ഞേനെ. അത്രയും ചെരിഞ്ഞില്ലെങ്കിൽ അറിയാമല്ലോ, തിളച്ച് മറിഞ്ഞേനെ. അതൊക്കെ നമുക്കൊരു ദൂത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തണുത്തുറഞ്ഞിരിക്കുകയും ചെയ്യരുത്, തിളച്ചൊത്തിരി മറിഞ്ഞ് അടുപ്പിലേക്ക് പോവുകയും ചെയ്യരുത്. അതാണ് ബൈബിളും പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കോവർ കഴുതയെ പോലെയാകരുത്, കുതിരയെപ്പോലെയും ആകരുത്. ദാരിദ്ര്യം എനിക്ക് വേണ്ട, സമ്പത്തും എനിക്ക് വേണ്ട. നടക്കരുത്, നിൽക്കരുത്, ഇരിക്കരുത്, പിന്നെ ഓടണം. ഇടത്തോട്ടും മാറരുത് യോശുവ, വലത്തോട്ടും മാറരുത്. ഒരു ബാലൻസ് ചെയ്ത ജീവിതമാണ് ക്രിസ്തീയ ജീവിതമെന്ന് വ്യക്തമല്ലേ കാര്യങ്ങളിൽ നിന്ന്? ഇവിടെ പറയുന്ന കാര്യം മനസ്സിലായോ? ഭൂമിയോട് ചോദിക്കാം, എന്തിനാ വടക്കോട്ട് ചെരിഞ്ഞിരിക്കുന്നത്? അവൻ പറയും, എൻ്റെ വടക്കുന്നാഥൻ അവിടെയാണെന്ന് പറയും. ആരാധന എന്ന വാക്കിൻ്റെ അർത്ഥം ഭൂമിയോട് ചോദിച്ചു മനസ്സിലാക്കണം. സൃഷ്ടിതാവിൻ്റെ മുൻപിൽ സൃഷ്ടി നടത്തുന്ന സാഷ്ടാംഗ പ്രണാമമാണ് ആരാധന. കൃതജ്ഞത നിറഞ്ഞ് കവിയുന്നതാണ് ആരാധന. അറിഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള ബഹിർഗമനമാണ് ആരാധന. ഹൃദയം ദൈവത്തോട് മാത്രം ഇടപെടുന്നതാണ് ആരാധന. മൂന്നെണ്ണം മറന്നാലും നാലാമത്തേത് മറക്കണ്ട. സൃഷ്ടിതാവിൻ്റെ മുൻപിൽ സൃഷ്ടി നടത്തുന്ന സാഷ്ടാംഗ പ്രണാമമാണ് ആരാധന. ഷേഖ ഫോർസ എന്ന എബ്രായ വാക്കിനാൽ ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണത്താൽ ഈ ഭൂമിയെ ഉണ്ടാക്കിയതാണെന്ന് ഭൂമിക്കറിയാവുന്നത് കൊണ്ട്, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാണെന്ന് ഭൂമിക്കറിയാവുന്നത് കൊണ്ട് അത് വടക്കോട്ട് ചെരിഞ്ഞ് സൃഷ്ടിതാവിനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഭൂമിക്കറിയാം എവിടാണ് സ്വർഗമെന്ന്. ഇനിയും തിട്ടമാകാൻ വിഷമമുണ്ടെങ്കിൽ ബൈബിളിലെ വാക്യങ്ങൾ ഞാൻ തരാം. പണ്ട് ലൂസിഫർ പറഞ്ഞൊരു കാര്യമുണ്ട്, യെശയ്യാവ് 14, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, നക്ഷത്രങ്ങൾക്ക് മീതെ കൂടുവെക്കും. അടുത്ത വാക്കെന്ന് പറഞ്ഞേ, ഉത്തര ദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൽ ഞാൻ ഇരുന്നരുളും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. ഉത്തര ദിക്ക് 75-ാം സങ്കീർത്തനത്തിൻ്റെ 5-6 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, കിഴക്ക് നിന്നല്ല എന്ന് പറഞ്ഞ ബാക്കി, കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്ക് നിന്നല്ല ഉയർച്ച വരുന്നത്. പടിഞ്ഞാറിൻ്റെ വടക്കിൻ്റെ കാര്യം വിട്ടുകളഞ്ഞതല്ല. അടുത്ത വാക്ക് വടക്കാണ്. ദൈവം ന്യായാധിപതിയാകുന്നു. അപ്പം ന്യായാധിപതി വടക്കിരിക്കുന്നുണ്ടെന്ന് 48-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഉത്തരഗിരിയായ സിയോൻ പർവ്വതം മഹാരാജാവിൻ്റെ നഗരമായി. ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദവുമാകുന്നു. ഇന്നിത്യാദി വാക്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ സൂര്യൻ നേരെ വടക്കോട്ട് വെച്ച് പിടിക്കുകയാണ്. ഈ സൂര്യനിൽ നിന്നും ഒരു സെക്കൻഡിൽ ഏകദേശം 40 ലക്ഷം ടൺ വീതമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്ന വാതകം കത്തിത്തീർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ചൂട് കൂടുതലാണെന്ന് അറിയാമല്ലോ. മലയാളക്കരയിൽ, കേരളക്കരയിൽ ഈ കഴിഞ്ഞ ചൂട് മാസത്തിൽ 49 ഡിഗ്രി ചൂട് വന്നു. ഖത്തറുകാർക്ക് 49 പ്രശ്നമല്ലെങ്കിലും നമ്മുടെ മലയാളക്കരയിൽ 49 പ്രശ്നമാണ്. തൃശ്ശൂർ ജില്ലയിൽ 2 ദിവസം സ്കൂള് അടച്ചിട്ടു. അപ്പോൾ ഈ ഡിഗ്രി കൂടുന്ന കാര്യം എന്നാണെന്നറിയാമോ? അണയാൻ പോകുന്ന വിളക്ക് ആളിക്കത്തുമെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. മലയാളികളൊക്കെ ഏപ്രിൽ മെയ് മാസം കഴിയുമ്പോഴുണ്ടല്ലോ, സൂര്യതാപമേറ്റെന്നും പറഞ്ഞ് ഷർട്ട് ഊരിയിട്ട് ആ താപമേറ്റ ഭാഗവുമായി പത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് കാണാം. ഒന്ന് രാത്രി, ഈ രാത്രിയിൽ ഒരു കാര്യം വ്യക്തമായി പറയുകയാണ്, നമ്മൾ കാണുന്ന സൂര്യൻ മാത്രമല്ല ലോകത്തിലുള്ളൂ, അതിൻ്റെ 100 മടങ്ങ് വലിപ്പമുള്ള സൂര്യനുണ്ട്. പേര് ആർക്കിയോൺ. 1,86,000 മൈൽ വേഗത്തിൽ പ്രകാശം സഞ്ചരിച്ചിട്ടും ഇതുവരെ അതൊന്നും ഈ ലോകത്തിലേക്ക് വന്നിട്ടില്ല. ന്യായമായൊരു ചോദ്യം, സാർ, ഈ 40 ലക്ഷം ടൺ ഭാരം വീതമുള്ള ഈ ഹൈഡ്രജൻ കത്തിത്തീർന്നു കൊണ്ടിരുന്നാൽ സൂര്യപ്രകാശമില്ലെങ്കിൽ ലോകത്തിന് എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നാണ് ഞാനും നിങ്ങളും ചോദിക്കുന്ന ഒരു ചോദ്യം. ബൈബിൾ വ്യക്തമായൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ സൂര്യൻ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വെളിച്ചം മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഖത്തർ രാത്രിയായി കഴിയുമ്പോഴേക്കും ഭയങ്കര പ്രകാശപൂരിതമാണ്. നേരം വെളുത്ത് ആ പ്രകാശത്തിൻ്റെ ആവശ്യമില്ല. കാരണം ആ പ്രകാശം കണ്ടുകൊണ്ട് ആരും വണ്ടി ഓടിക്കാറില്ല, ആരും വളവിൽ ടേൺ ചെയ്യാറില്ല, ആരും ഫുട്പാത്തിൽ കൂടെ നടക്കാറില്ല. എന്നാ കാര്യമെന്നറിയാമോ? രാത്രിയിൽ അത് ആവശ്യമാണ്. ഒറിജിനൽ സൂര്യൻ വെള്ളകീറി ഉദിച്ചു കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് സൂര്യൻ്റെ ആവശ്യം പിന്നെ ഇല്ല. നമ്മൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന് വേദപുസ്തകത്തിൽ 375 പേരുകളുണ്ട്. അതിൽ ഒരൊറ്റ പേര് മാത്രം ഞാൻ പറയാം. മലാക്കി പ്രവചനം ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ രോഗോപശാന്തിയോടുകൂടെ ആരായി
സൂര്യനായിട്ട് വരുമെന്ന് പറഞ്ഞ് നീതി സൂര്യനായി വരും. 2000 വർഷങ്ങൾക്ക് മുൻപ് മാനവജാതിയുടെ അന്ധകാരം മാറ്റേണ്ടതിന് കാലിത്തൊഴുത്തിൽ പിറവിയുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഒറ്റ രാത്രി കൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട് 6 കോടതികൾ തിരിച്ചും മറിച്ചും തിരിച്ചും വിസ്തരിച്ച് അരിമത്യക്കാരനായ യോസേപ്പിന്റെ കല്ലറയിൽ അടക്കം ചെയ്ത് ഇവൻ വെട്ടം കാണത്തില്ലെന്ന് വെല്ലുവിളിച്ച ലോകത്തോട് യേശുക്രിസ്തു ഉയർത്തുന്നിട്ട് പറയുകയാണ്, ഞാൻ മടങ്ങി വരും. എപ്പോൾ? 1000 കോടി സൂര്യപ്രഭയോടുകൂടി വാനമേഘങ്ങളിൽ നീതി സൂര്യനായ യേശുക്രിസ്തു മടങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ ഡ്യൂപ്ലിക്കേറ്റ് സൂര്യന്റെ ആവശ്യം വരികയില്ലെന്നാണ് ഈ പറഞ്ഞത്. അതുകൊണ്ട് സൂര്യൻ കരിമ്പടം പോലെ കറുത്ത് മാറിപ്പോകാനായി തുടങ്ങുകയാണ്. പാതിരാ സൂര്യന്റെ നാട് എന്ന് പറയുന്ന രാജ്യങ്ങളുണ്ട്. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യമെന്ന് ഇംഗ്ലണ്ടിനെ കുറിച്ച് പറയാറുണ്ട്. ആദ്യം പറഞ്ഞത് നോർവേയെ കുറിച്ചാണ്. ഈ പദങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് പറയുന്നു. വേദപുസ്തകം പറയുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെയാണ് സൂര്യനെ സൃഷ്ടിച്ചത്, എങ്ങനെയാണ് സൂര്യന്റെ അവസാനം. വെളിപ്പാട് പുസ്തകം പറയുകയാണ്, ഇനി സൂര്യന്റെ പ്രകാശം ആവശ്യമില്ല. അവിടെ പകരം വരുന്ന പ്രകാശത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ കുഞ്ഞാടാണ് വിളക്ക്. ഇന്ന് രാത്രി ദൈവമക്കൾ മനസ്സിലാക്കണം, നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും ഈ സൂര്യപ്രകാശം ഭൂമിയിൽ ഇല്ലെങ്കിൽ ഇവിടെ ആർക്കും നിൽക്കാനായിട്ട് പറ്റത്തില്ല. ഈ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു, പകരം ഒരു സൂര്യൻ ലോകത്തിലേക്ക് വരാൻ പോകുന്നു. ആ നീതി സൂര്യനായ യേശുക്രിസ്തുവിന്റെ ആഗമനത്തിന് മുന്നോടിയായി ഇത് കരിമ്പടം പോലെ കറുത്ത് ആകാശത്തിന്റെ ശക്തികൾ ഇളകി മാറാനായി തുടങ്ങുകയാണ്. ഇന്ന് രാത്രിയിൽ ആത്മീക ദൃഷ്ടി പ്രകാശിച്ചവൻ വാനമേഘങ്ങളിലേക്ക് നോക്കുമ്പോൾ നിന്നെ എടുത്തുകൊള്ളപ്പെടേണ്ടത് നീതി സൂര്യനായി 1000 മേഘങ്ങളെ വാഹനമാക്കിക്കൊണ്ട് കർത്താവായ യേശുക്രിസ്തു എടുക്കപ്പെട്ട സ്ഥലത്തേക്ക് അവൻ തിരികെ വരാനായി പോവുകയാണ്. അതിനെ പിടിച്ചു കെട്ടുവാൻ ആർക്കും കഴിയത്തില്ല. ദൈവസഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ പിന്നെ വേറെ കൈവിളക്കം മെഴുതിരി ഒന്നും വേണ്ട. എന്താ കാര്യം? നമ്മുടെ അകത്തും ഈ പ്രകാശം എന്ന് ജ്വലിക്കുന്നുണ്ട്. ഞാനാണ് ലോകത്തിൻ്റെ വെളിച്ചം എന്ന് പറഞ്ഞ യേശു പറഞ്ഞു, നിങ്ങൾ ആരാണ്? ലോകത്തിൻ്റെ വെളിച്ചമാണ്. ചിലരുടെ ഇരിപ്പ് കണ്ടാൽ പവർ കട്ട് വന്നതുപോലെ ഉണ്ടെങ്കിലും നമ്മുടെ അകത്ത് എന്തുണ്ട്? ലോകത്തിൻ്റെ വെളിച്ചമുണ്ട്. അകത്ത് വെളിച്ചമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? രാത്രി യോഗം കഴിഞ്ഞു, നിങ്ങളെങ്ങനെ വീട്ടിൽ പോകുന്നത്? നാട്ടിലാണെങ്കിൽ ബാറ്ററിയുടെ ടോർച്ച്, ഇവിടെയാണെങ്കിൽ കാറിൻ്റെ. ഇതൊക്കെ എവിടെ ഇരിക്കുന്ന അറിയാമല്ലോ. കരിക്കട്ട കഷണത്തിനകത്താണ് ഈ വെളിച്ചമൊക്കെ ഇരിക്കുന്നത്. ടോർച്ച് വിട്ടിച്ചെന്ന മുഖപ്പ് അഴിച്ചു മാറ്റി ചിരിച്ചു പിടിക്കുമ്പോൾ തോഷിവായോ എവറടിയോ പൂച്ചവട്ടം ചാടുന്നതായിട്ട് ബാറ്റ് കഷ്ണം ഉതിർന്നു വരും. നമ്മുടെ ഷർട്ട് പോലും വെളുത്തിരിക്കുന്ന 2 കടലാസ് കഷ്ണം, അതിനകത്തല്ല വെട്ടം വരെയത് പൊതിഞ്ഞു വെച്ചിരിക്കുന്ന. അതങ്ങോട്ട് വലിച്ചു കീറുമ്പം എൻ്റെ ശരീരം പോലെ ഇരിക്കുന്ന കറുത്ത കരിക്കട്ട 2 കഷ്ണം, അതിനകത്തായി വെട്ടം ഇരിക്കുന്നത്. കറുത്തവരിലാണ് വെട്ടം ഇരിക്കുന്നത്, അല്ല കരിക്കട്ടയ്ക്കകത്താണ് വെട്ടം ഇരിക്കുന്നത്. അപ്പം ഈ ലോകത്തിൻ്റെ ശാസ്ത്രത്തിന് താങ്കൾ താൽക്കാലിക വീട് വരെ ചെല്ലാൻ അല്പം വെളിച്ചം ഒളിച്ചു വെക്കുവാൻ 2 കരിക്കട്ട കഷണം മതിയാകുമെങ്കിൽ, അംഗീകരിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം, അത് മതിയാകുമെങ്കിൽ ഈ മണ്ണുകൊണ്ട് കൂട്ടിക്കുഴച്ച മനുഷ്യന്റെ മനസ്സിനകത്ത് അവന്റെ ശാശ്വത ഭവനമായ ദൈവരാജ്യം വരെ ചെന്നെത്താനുള്ള നിത്യജീവന്റെ വെളിച്ചം ഒളിച്ചു വെക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് വിശ്വസിക്കുന്നവരും ആ വെളിച്ചത്തെ അംഗീകരിക്കുന്നവരും അനുഭവിക്കുന്നവരും ആ കരമൊന്ന് ചേർത്തടിച്ച് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. യേശുക്രിസ്തു ജനിച്ചപ്പോൾ ഒരു നക്ഷത്രമാണ് ഉദിച്ചത്. യേശു എവിടെയെല്ലാം കാലുകുത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം അന്ധകാരം മാറിയിട്ടുണ്ട്. അപ്പൊ സൂര്യൻ കരിമ്പടം പോലെ എന്ത് ചെയ്യും? കറുത്തുമാറും. ചന്ദ്രൻ എന്ത് സംഭവിക്കും? രക്തതുല്യമായി മാറിപ്പോകും. ഒറ്റക്കാര്യം പറഞ്ഞപ്പോഴേ സമയം പോയതുപോലായി. ഇത് നമുക്കറിയാമല്ലോ, ചന്ദ്രൻ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു നക്ഷത്രമാണ്. അതുകൊണ്ട് അതിനകത്ത് പോയില്ല എന്നൊക്കെ പറഞ്ഞ് ആംസ്ട്രോങ് അടക്കമുള്ളവരെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ടാണ് ലോകം പോകുന്നത്. ഒരു കാര്യം ഞാൻ ചുരുക്കമായിട്ട് പറയട്ടെ, സ്വയമായിട്ട് പ്രകാശം നൽകുന്നില്ലാത്തത് കൊണ്ട് റിഫ്ലക്ഷൻ നൽകുന്ന, പ്രതിബിംബം നൽകുന്ന ഒരു ഗോളമാണ് ചന്ദ്രൻ. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സൂര്യനെ ആശ്രയിച്ച് നിൽക്കുന്ന ചന്ദ്രൻ. സൂര്യൻ കട്ടയും പടവും മടക്കി കളം വിട്ടൊഴിഞ്ഞാൽ ചന്ദ്രന് പിന്നെ പോകാതിരിക്കാൻ ഒക്കത്തില്ല. അപ്പം രണ്ടും കൂടി ഇവിടുന്ന് മാറിപ്പോകും. സ്തോത്രം. മാറിപ്പോയാൽ എന്ത് സംഭവിക്കുന്നില്ല അറിയാമോ? സൂര്യനും ചന്ദ്രനും മാറിപ്പോയാൽ എന്ത് സംഭവിക്കും എന്നറിയാമോ? ഇവിടെ കാലങ്ങൾ പിന്നെ ഉണ്ടാവില്ല. സൂര്യനും ചന്ദ്രനും എന്നാ ഉണ്ടായെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരാം. പകൽ വാഴുവാൻ വലിയ വെളിച്ചത്തെയും രാത്രി വാഴുവാൻ ചെറിയ വെളിച്ചം. അറിയാമല്ലോ സൂര്യനും ചന്ദ്രനും. ഇനി അവ എന്തിനാ ഉണ്ടാക്കിയത്? കാലങ്ങൾ, ദിവസങ്ങൾ, വേനൽ, മഴ, ശീതം, ഉഷ്ണം, വിത, കൊയ്ത്ത്. ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. സങ്കീർത്തനത്തിലേക്ക് വരൂ. അവിടെ പറയുന്നത് സൂര്യൻ
സൂര്യൻ തൻ്റെ അസ്തമാനത്തെ അറിയുന്നു, ചന്ദ്രനെ അവൻ കാലനിർണയത്തിനായി നിയമിച്ചു. സൂര്യമാന വർഷമുണ്ട്, ഹിജറ വർഷം, ശകവർഷം, മലയാള വർഷം. ചന്ദ്രമാന വർഷമാണ് യഹൂദൻ്റെ വർഷം. ചന്ദ്രൻ്റെ വൃത്തിക്ഷയങ്ങൾ 14 + 14 = 28. പൗർണമവാസി അമാവാസി സമം 30 × 12 = 360. അപ്പൊ സൂര്യനും ചന്ദ്രനും കാലത്തിൻ്റെ ഗണനയുടെ കീഴിലാണെന്ന് സങ്കീർത്തനം പറയുന്നു. പഴയമത്തിനകത്തെ വെളിപ്പാട് പുസ്തകമായ ദാനിയേൽ പ്രവചനത്തിനകത്ത് ദൈവം പറയാണ്, ഇപ്പോഴോ ദാനിയേലേ പോയിക്കൊള്ളുക. അടുത്ത വാക്കെന്ന് പറഞ്ഞ് കാലാവസാനത്തിങ്കൽ. അപ്പോൾ കാലം ഉണ്ടാക്കിയ ദൈവം തന്നെ പറഞ്ഞു കാലത്തിന് ഒരവസാനമുണ്ട്. ഇനി പുതിയ മത്തിലേക്ക് വരാം. കാലത്തിൻ്റെ തികവിങ്കൽ കന്യകയിൽ കൂടെ ഭൂജാതനായ യേശുക്രിസ്തുവിനെ അവതരിപ്പിച്ചുകൊണ്ടാണ് ബൈബിൾ ആരംഭിക്കുന്നത്. യേശുവിന് 6 മാസം മുൻപ് പ്രഭാഷണം ആരംഭിച്ച യോഹന്നാൻ തടവിലായപ്പോൾ ആ പ്രഭാഷണം ഏറ്റെടുത്ത യേശുവും ആദ്യം പറഞ്ഞ വാക്കെന്നറിയാമോ? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കൽ മാനസാന്തരപ്പെടുവീൻ. മത്തായി 24:3. അതെപ്പോൾ സംഭവിക്കും? ലോകാവസാനത്തിനും. വെളിപ്പാട് പുസ്തകം ഇനി കാലങ്ങൾ ഉണ്ടാവുകയില്ല. ഇന്ന് രാത്രി വ്യക്തമായി മനസ്സിലാക്കണം, കാലങ്ങൾ ഇല്ലാത്ത ഒരു രാജ്യം ലോകത്തിലേക്ക് വരാൻ പോവുകയാണ്. ആകാശത്തിന്റെ ശക്തികൾ, ലൂക്കോസ് 21, ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂമിയിൽ പാർക്കുന്ന മനുഷ്യൻ നോക്കി പാർത്തുകൊണ്ട് അവൻ പരിഭ്രമചിത്തരായി നിർജീവന്മാരാകുമെന്നാണ് വേദപുസ്തകം പറയുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവര്, മനുഷ്യന്റെ അകത്തുള്ള ബ്ലഡ് സർക്കുലേഷൻ, രക്തചംക്രമണം, സഡൻ ആക്ഷൻ നിന്നു പോകുമെന്നാണ് ഈ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിനെന്താ പേര്? ഹാർട്ട് അറ്റാക്ക് എന്നാണ് അതിൻ്റെ പേര്. നമ്മളങ്ങനെ പണ്ടങ്ങനെ പറയാറില്ല. പണ്ടിപ്പോൾ ഒരാൾ മറിഞ്ഞാലേ പറയും മറന്ന് വന്നു, വെട്ടിക്കുടിച്ചു, ഇടി വെട്ടി, മിന്നലേറ്റു, രക്തം ഊറ്റി കുടിച്ചു. അങ്ങനെയൊക്കെയാണ് ആ രോഗത്തിന് പണ്ട് പേര്. ഇപ്പോൾ കറക്റ്റായിട്ട് രോഗം കണ്ടുപിടിച്ചു, ഹാർട്ട് അറ്റാക്ക് ആണെന്ന് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അറ്റാക്ക് വന്ന ഒരു അച്ചായോട് ഞാൻ പറഞ്ഞു, അച്ചായ ഇനി രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, ദൈവത്തിനായിട്ട് വേർതിരിക്കപ്പെടണം. പുള്ളിക്കൊരു കൂസലുമില്ല. ഞാൻ പറഞ്ഞു, എന്താ കുലുങ്ങാത്ത? എന്നാ കുലുങ്ങാൻ? ഇനി 2 എണ്ണം കൂടി ഉണ്ടല്ലോ എന്നാ പുള്ളി പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കണക്കിൽ ഇത്രയിലേ പോകത്തുള്ളെന്ന്. മൂന്നാമത് ഇങ്ങനെ ഈ ഇരുമ്പ് പോലെ ഇരിക്കുന്നത് കാരണം ഉണ്ടല്ലോ, ദൈവം തമ്പൻ ആ രോഗത്തെ വരെ പരിഷ്കരിച്ചാ ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. സൈലന്റ് അറ്റാക്ക്. ചത്ത്. ഇപ്പൊ ഞാൻ പ്രസംഗം തുടങ്ങിയിട്ട് എത്ര സമയമായി? 1/2 മണിക്കൂറായില്ലേ? ഇത്രയും സമയമായിട്ടും നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരാൾ വാ തുറന്നിട്ടില്ല, സ്വത്രം പറഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് പിച്ച് നോക്കിയാൽ ചിലപ്പോൾ ചത്തിരിക്കുകയായിരിക്കും. പറയാൻ പറ്റുമോ എപ്പോഴാണ് മനുഷ്യൻ? ഞാൻ ചോദിക്കുന്നത്, ഈ 40 മിനിറ്റ് ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ട് വാ തുറക്കാത്ത ഇനി ജീവിച്ചിട്ട് എന്നാ കാര്യമെന്നാ ഞാൻ ചോദിക്കുന്നത്. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ എന്നല്ലേ ദൈവത്തിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ അർത്ഥം വല്ലതും മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ടാ പൗലോസ് പറയുന്നത്, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത്, ഉറക്കെ പറയണം, മരിക്കുന്നതല്ല, അങ്ങനല്ല, മരിക്കുന്നത്. അങ്ങനെയാണോ? അങ്ങനെ ഈ ലാഭമുള്ളവന്റെ മുഖം കണ്ടാലറിയാം. അങ്ങനെ കണ്ടാലറിയുന്നേ. 100 രൂപയ്ക്ക് ഞാനിപ്പോൾ കൊല മേടിച്ചു മാർക്കറ്റിൽ വെച്ച്. അവർ ഈ കൊല അവിടെ ഇരിക്കട്ടെ, ചായ കുടിച്ച് വെച്ച് പോരാ. ചെറിയ മുതൽ മുടക്ക് വലുത് തിരിച്ചു പിടിക്കുക. അതിനെ പറയുന്ന പേരാണെന്തോന്ന്? ലാഭം. ചെറിയ മുതൽ മുടക്ക് വലുത് തിരിച്ചു പിടിക്കുക. 100 രൂപയുടെ ഞാലിപ്പൂവും കൊല ഇവിടെ ഇരിക്കട്ടെ, ചായ കുടിച്ചിട്ട് വരാം. വന്നപ്പോൾ ഒരാൾ പറഞ്ഞു, ഈ കൊല മേടിച്ചോ? മേടിച്ചു. ഞാൻ കണ്ടുവച്ചതാ, ഞാൻ മേടിച്ചു. എത്ര രൂപയ്ക്ക്? 100 രൂപയ്ക്ക്. 110 തരാം. തരുന്നോ? തരുന്നില്ല. 120. 130. ഇല്ല. മോഹിച്ചു പോയി. 150. നമ്മൾ പറഞ്ഞു, എന്നാൽ പിന്നെ ഇയാളെ കൊണ്ട് നമുക്കിപ്പോൾ ഏതുപോലെ കിട്ടിയല്ല, അവൻ മോഹിച്ചതല്ലേ. അപ്പം നിന്ന് തിരിഞ്ഞ വകുപ്പിൽ 100 രൂപയുടെ ഞാലിപ്പൂവൻ കൊലയ്ക്ക് 150 രൂപയ്ക്ക് 50 രൂപ ലാഭം കിട്ടിയ ഒരാൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ മുഖം കണ്ടാലറിയാം. എന്നാ കാര്യം? അവനിങ്ങനെ യോഗം പ്രസംഗം നന്നായാലും ഇല്ലേലും, പാട്ട് നന്നായാലും ഇല്ലേലും, ആര് വന്നാലും വന്ന് ഇടയ്ക്കിടയ്ക്ക് സ്വന്തം സന്തോഷമുള്ളവൻ്റെ മുഖം കണ്ടാലറിയാം. അതേ സമയത്ത് ഇല്ലാത്തവനെ അവനെ കണ്ടറിയാം. വന്നിരിക്കുമ്പോഴേ ഏത്തവാഴയ്ക്ക് ഊന്ന് കൊടുത്തു പോലൊറ്റ ഇരിപ്പ. ഇവിടെ ആരൊക്കെ എന്നാ പ്രസംഗിച്ചാലും അനങ്ങുകയല്ലെന്നായി പറഞ്ഞിട്ടർത്ഥം. പിശുക്കന് PhD എടുത്ത ഒരാൾ അവൻ 100 രൂപയ്ക്ക് കുരുമുളക് മേടിച്ചു വെച്ചു. ഭാര്യയോട് പറഞ്ഞു, ഇടി ഇത് 2 ലക്ഷം രൂപയുടെ കുരുമുളക്. കൊച്ചിനെ 10 കൊല്ലം കഴിയുമ്പം 25 വയസ്സാകും. കുരുമുളകിൻ്റെ വില ഇരട്ടിയാകും. 4 ലക്ഷം രൂപയ്ക്ക് വിൽക്കും. 3 ലക്ഷം രൂപ സ്ത്രീധനം കൊടുക്കും. 1 ലക്ഷം രൂപ കല്യാണ ചെലവ്. ഭാര്യയെ സംബന്ധിച്ചു മിടുമിടുക്കനാണ് ഭർത്താവ്. അങ്ങനെ വില 100 രൂപ 190-ലെത്തിയപ്പോൾ ഭാര്യ പറഞ്ഞു, ഇനി 10 വരെ കൂടാൻ നോക്കി നിൽക്കണ്ട, ഏതാണ്ട് എടുത്തിട്ടുണ്ട്, അങ്ങോട്ട് കൊടുക്ക്. പെൺവാക്ക് കേൾക്കുന്നവനാരാ?
പെരുവഴി എന്നൊക്കെ പറഞ്ഞ് പുള്ളി കൊടുത്തില്ല. പിറ്റത്താഴ്ചയിൽ 180 പിറ്റത്താഴ്ചയിൽ 170 അങ്ങനെ കുരുമുളകിൻ്റെ വില കൊല്ലങ്ങൾ കഴിഞ്ഞോറും കുറഞ്ഞു വന്നു, താഴോട്ട് വന്നു, പെങ്കൊച്ചു മേലോട്ടും വളർന്നു. അങ്ങനെ 25-ാമത്തെ വയസ്സിൽ കൊച്ചിന് കല്യാണം ആലോചിച്ചപ്പം കല്യാണം നടത്തി. കുരുമുളകിൻ്റെ വില 58. അപ്പോൾ 10 കൊല്ലം മുൻപ് 100 രൂപയ്ക്ക് കുരുമുളക് മേടിച്ചിട്ട് ഗതികെട്ട് 58 രൂപയ്ക്ക് കുരുമുളക് വിറ്റവൻ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അവൻ്റെ മുഖവും കണ്ടാലറിയാം. എന്താണെന്നറിയാം, നമ്മളിനിപ്പോൾ യേശു വരുന്നു എന്നല്ല, ആര് വന്നാലും അവരെ സംബന്ധിച്ച് അനക്കമില്ല. കാരണം ആര് വന്നാലും എൻ്റെ നഷ്ടം ഇതുവരെ നികന്നിട്ടില്ലെന്നാണ് അവൻ ചിന്തിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഒരു ലാഭം എന്താണെന്നറിയാമോ? ഇന്ന് രാത്രി ഞാൻ മരിക്കുകയാണെന്നിരിക്കട്ടെ, അത് നിങ്ങൾ സ്വന്തം പറഞ്ഞു എന്ത് സന്തോഷമാണോ? ആവശ്യമുള്ളപ്പോൾ ഒരെണ്ണം മിണ്ടുകയില്ല. ഞാൻ ആദ്യം തന്നെ നിങ്ങൾ ആരെങ്കിലും മരിക്കുകയാണെന്നിരിക്കട്ടെ എന്നാണ് പറയാൻ തോന്നിയത്. ചിലരുടെ മുഖം കണ്ടപ്പോൾ മാറും പറ്റുന്ന വാക്ക വേണ്ടെന്ന് വെച്ചു. ഞാനെങ്ങാനും പറയും ആരെങ്കിലും ചാകുകയും ചെയ്താൽ നാളെ നിങ്ങൾ എന്നെ തേടിപ്പിടിച്ചു എന്ന് പോകും പെട്ടുകില്ല, അപ്പോൾ വേണ്ടെന്ന് വെച്ചു. ഇന്ന് രാത്രി ഞാനങ്ങ് മരിക്കുകയാണെന്നിരിക്കട്ടെ, ജോൺ ടി മാത്യു സാറ് അത് അവിടെ നാട്ടിലെത്തിച്ചോളും, നല്ല ധൈര്യമുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി മരിച്ചാൽ എനിക്കെന്നാ ലാഭം എന്നറിയാമോ? ഞാൻ 15-ാമത്തെ വയസ്സിലാണ് രക്ഷിക്കപ്പെട്ടത്. 17-ാമത്തെ വയസ്സിൽ പാസ്റ്ററായി. സ്വത്രം. ഞാനും വലിയ കാര്യമുണ്ട് എന്ന് വെച്ചാൽ ഉറക്ക പ്രസംഗിച്ചാൽ അന്ന് പാസ്റ്ററാക്കും. ഉറക്ക പ്രസംഗിച്ചാൽ ഇന്ന് ഡിഗ്രി ഉണ്ടെങ്കിലേ പാസ്റ്ററാക്കുള്ളൂ. അപ്പം ഞാൻ 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ബൈബിൾ കോളേജ് സംഗീതം വായിക്കാൻ കിട്ടിയത്. ഞാൻ നീതിസാരൊക്കെ വായിച്ചു പഠിച്ചു, അങ്ങനെ എല്ലാം വായിച്ചു പഠിച്ചു, ഉറക്ക പ്രസംഗം തയ്യാറെന്നപ്പം ആരാധനയ്ക്ക് നടുവിൽ ആദ്യമായി ഒരാൾ കയറി വന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു ഹാഫ് കൈ ഷർട്ട്, വലിയ മുഖത്തിന് വലിയ ഭാവവ്യത്യാസമൊന്നുമില്ല, ഏതാണ്ട് ഒരു ഗൗരവത്വം. ഞാൻ വിചാരിച്ചത് ഈ ഹാഫ് കൈ ഷർട്ട് ഇട്ടവനെല്ലാം ആത്മീയത്തിൽ ഇച്ചിരി കുറഞ്ഞവനാണെന്നാണ് അന്നത്തെ എൻ്റെ ധാരണ. ഇന്ന് ഹാഫ് കൈ ഷർട്ട് ഇട്ട് വരുന്ന വിഷമിക്കരുതട്ടോ എന്ന് ആ ചിന്തയൊക്കെ മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഈ പുള്ളിക്ക് ആത്മീയം കുറവായിരിക്കും. 1-ാമത്തെ സങ്കീർത്തനം ദുഷ്ടന്മാരുടെ. ഞാൻ ഈ പുള്ളിയുടെ മുഖത്ത് നോക്കി ശക്തമായി സുവിശേഷം പറഞ്ഞു. ഏതായാലും എൻ്റെ പ്രസംഗം വിജയിച്ചു. ആളുകൾ നോക്കി നിൽക്കുകയാണ്, ഇവൻ എങ്ങോട്ട് നോക്കി പറയുന്നത്. ഏതായാലും അദ്ദേഹം താഴെ ചെന്നിട്ട് പറഞ്ഞു, ഇവൻ ഇനി ഇവിടെ പഠിക്കണ്ട, ഇവനെ സുവിശേഷ വേലയ്ക്ക് വിട്ടേക്കാൻ. എന്നാ കാര്യം എന്നറിയാമോ? പുള്ളി ആ ബൈബിൾ കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു, എനിക്കറിയാം. അങ്ങനെ ആദ്യമായിട്ട് അവിടെ ഒന്ന് ഞാൻ കാണുന്നു. അപ്പോൾ ഉറക്ക പ്രസംഗിച്ചു എന്ന കാരണത്താലാണ് എന്നെ സുവിശേഷ വേലയ്ക്ക് വിട്ടത്. പിന്നീട് ഞാൻ പോയിട്ട് മറ്റു കോഴ്സുകളൊക്കെ പാസ്സായത്. അപ്പം ഞാൻ ഉപദേശിയായത് 17-ാമത്തെ വയസ്സിൽ, രക്ഷിക്കപ്പെട്ടത് 15-ാമത്തിൽ, ഇപ്പോൾ വയസ്സ് 50. ഇന്ന് രാത്രി ഞാൻ മരിച്ചാൽ ഞാൻ അങ്ങോട്ട് വെച്ചു കൊടുത്തത്, കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തത് വെറും 35 കൊല്ലം. എന്നെ സംബന്ധിച്ചതൊരു നീണ്ട കാലയളവാണെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് വെറും 35 മിനിറ്റ് പോലെയുള്ളൂ. പക്ഷെ ഇന്ന് രാത്രി ഞാൻ മരിക്കുമ്പോൾ കർത്താവിലേക്ക് തിരികെ തരുന്നത് സെക്കൻഡുകൾ ഇല്ലാത്ത, മിനിറ്റുകൾ ഇല്ലാത്ത, മണിക്കൂറുകൾ ഇല്ലാത്ത, തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ ദിവസങ്ങൾ ഇല്ലാത്ത, 1 2 3 4 ആഴ്ചകൾ ഇല്ലാത്ത, ജനുവരി ഫെബ്രുവരി മാർച്ച് ഡിസംബർ മാസങ്ങൾ ഇല്ലാത്ത, 2017 18 വർഷങ്ങൾ ഇല്ലാത്ത, 20 21 നൂറ്റാണ്ടുകൾ ഇല്ലാത്ത, സഹസ്രാബ്ദങ്ങൾ ഇല്ലാത്ത, കാലങ്ങൾ ഇല്ലാത്ത, കാലഘട്ടങ്ങളില്ലാത്ത, ഋതുക്കളില്ലാത്ത, ഋതുഭേദങ്ങളില്ലാത്ത, സന്തോഷത്തോടെ കരമടിച്ചു പറഞ്ഞ് ഇന്ന് മരിച്ചാൽ തിരികെ കിട്ടുന്നതിന്റെ പേരാണ് നിത്യത. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും, പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. എനിക്കിനി 5-10 മിനിറ്റും കൂടെ ഉള്ളൂ. അതുകൊണ്ട് സൂര്യൻ കരിമ്പടം പോലെ കറുക്കും, ചന്ദ്രൻ രക്തതുല്യമായി മാറിപ്പോകും. ഇവിടെ തിങ്കളും ചൊവ്വയുമില്ലാത്ത, 2 മണിക്കൂർ ആരാധന പിടിച്ചു കെട്ടിയില്ലാത്ത, നോൺ സ്റ്റോപ്പ് വർഷിപ്പിലേക്ക് പ്രവേശിക്കുന്ന, ഒരിക്കൽ സന്തോഷത്തിലേക്ക് പ്രവേശിച്ചാൽ തിരികെ വരാത്ത ഒരാരാധന വെളിപ്പെടാൻ പോകുന്നു. ഒരു ഇളകാത്ത രാജ്യം വരാൻ പോവുകയാണ്. ആമേൻ. കർത്താവായ യേശുവേ, ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ഇനി എന്തും കൂടെ ഇളകണം. നിങ്ങളും എടുക്കരാ, വേഗം വരണേന്ന് പറഞ്ഞില്ലല്ലോ. അതാ പറഞ്ഞെങ്കിൽ 1/2 മണിക്കൂർ ഞാൻ പ്രസംഗിച്ചേനെ. ആമേൻ. കർത്താവായ യേശുവേ, എനിക്ക് 2 കാര്യങ്ങൾക്ക് ഇഷ്ടമില്ല. 1 ചാകാനും ഇഷ്ടമില്ല, 2 യേശു വരാനും ഇഷ്ടമില്ല. നിങ്ങൾ ആരും സ്വന്തം പറയില്ല എന്ന് എനിക്കറിയാം. ഞാൻ ചോദിക്കുന്നത് എന്തിനാ, എന്നെ അവിടെ പോയിട്ട് എന്നാ പണിയെന്ന് വെച്ചു? PWയുടെ കോൺട്രാക്റ്റ് എടുത്തിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ.
ആഗ്രഹം പറയാം, മരിക്കുന്നതിന് മുമ്പ് പരമാവധി ആളെ നേടണമെന്ന് ആഗ്രഹം, ഇന്ത്യ മുഴുവൻ സുവിശേഷം എത്തിക്കണമെന്ന് ആഗ്രഹം. ഒരു ഭയങ്കര ബഡ്ജറ്റ് ഇട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എന്ന് കരുതി ചാകാൻ ഒരുക്കമല്ലെന്നല്ല. ഞാൻ ഇന്ന് യേശുവിനെ സ്വീകരിച്ചു, നാളെ തന്നെ ചാകാനെന്നും പറഞ്ഞ് നടക്കുന്ന ടീമിൽപ്പെട്ടല്ല. ജീവിച്ച കുറേ ആത്മാക്കളെ നേടണമെന്ന്. കൊട്ടത്തേങ്ങ കണക്കെ വേണം ലോകത്തിൽ ജീവിക്കാൻ. കൊട്ടത്തേങ്ങ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഒരു കൊട്ട തേങ്ങയല്ല, വെള്ളം വറ്റിയ തേങ്ങ. വെള്ളം വറ്റിയ തേങ്ങ കുലുക്കുമ്പോൾ വെള്ളമല്ല കുലുങ്ങുന്ന, തേങ്ങയാണ് കുലുങ്ങുന്നത്. തേങ്ങ പറയും, എന്നെ ജനിപ്പിച്ച മതവുമായി ഉറപ്പിച്ച ചിരട്ടയുമായുള്ള ബന്ധം ഞാൻ വിട്ടു. കുടിച്ചു വളർന്ന ചൊല്ലും ചൊലുത്തുമെന്ന ആചാരവും ഞാൻ വറ്റിച്ചു. പുതിയ ഭാവത്തിലും രൂപത്തിലും ഇരിക്കുകയാണെങ്കിലും പുറന്തോട് പൊട്ടിക്കാനുള്ള സ്വയം കഴിവില്ല. ആരെങ്കിലും ഒന്ന് പൊട്ടിച്ചു തന്നാൽ പുതിയ ഭാവത്തിൽ ഞാൻ പുറത്തു വരാം. ഇന്ന് യേശു വന്നാലും പോകാൻ ഒരുങ്ങിയിരിക്കണം. പക്ഷെ വന്നില്ലെങ്കിൽ നിന്റെ കയ്യിൽ ഒരു 50 കൊല്ലത്തേക്കുള്ള പദ്ധതികളും കയ്യിൽ കാണണം. മനസ്സിലായവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകുന്നു. ഇനി ഭൂകമ്പത്തിന്റെ കാര്യമാണ് പറയേണ്ടത്. സമയമില്ലാതെ പോകുന്നില്ലേ? ഈ ഭൂമി 35, 2870 മൂന്നാമത്തെ ഭാഗത്ത് എന്തോന്ന് ആർക്കറിയല്ലേ? ഇയ്യോബ് 25 വരുമ്പോൾ ഭൂമിയിൽ നിന്ന് മനുഷ്യൻ ആഹാരം ഉളവാക്കുന്നു, അതിൻ്റെ അതോ ഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നു. അപ്പൊ രണ്ടാമത്തെ ഭാഗത്ത്, ഒന്നാമത്തെ ഭാഗത്താണ് ഈ ബിൽഡിംഗ് നിൽക്കുന്നത്, ഇവിടെ വൃക്ഷങ്ങൾ നിൽക്കുന്നത്, ബിൽഡിങ്ങൾ കിണറ കുത്തുന്നത് എല്ലാം 35 കിലോമീറ്റർ. രണ്ടാമത്തെ ഭാഗത്താണ് ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾ 20 എണ്ണം. ഇനി ഈ താപം അങ്ങോട്ട് പോകും. എങ്ങനെ പോകുന്നേ? വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിനകത്തുണ്ട്. അത്യുഷ്ണം 7 മടങ്ങ് വർദ്ധിക്കും. എങ്ങനെ വർദ്ധിക്കും? ഭൂമിയിൽ നിന്ന് വരുന്ന സൂര്യപ്രകാശത്തെ 12 കിലോമീറ്റർ മുകളിൽ 50 കിലോമീറ്ററിനിടയിൽ 5 ലെയറുകൾ വെച്ച് ദൈവം നമ്പുരാൻ തന്നെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ല കിരണങ്ങളുണ്ട്, മോശപ്പെട്ട കിരണങ്ങൾ, അൾട്രാ വയലറ്റ് റേഡിയേഷൻ വരാൻ പാടില്ല. മലയാളത്തിൽ ഭൂമിയുടെ കുട, ഭൂമിയുടെ പരിച എന്ന് പറയുന്ന ആ ഓസോൺ പാളിക്കാണ് 1982 ഉത്തര ധ്രുവത്തിലും 7 വർഷങ്ങൾക്ക് ശേഷം 1989 ദക്ഷിണ ധ്രുവത്തിലുമായി അന്റാർട്ടിക്കയുടെ മുകൾ ഭാഗത്ത് 2.4% വിള്ളൽ വീണത്. ത്വക്ക് ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ അതുകൊണ്ടാണ് വരുന്നത്. ഇവിടെ വരുന്ന ചൂടിന് തിരിച്ചു പോകുവാൻ സാധ്യമല്ലാത്തതിൻ്റെ കാരണം ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഇവിടെ ഹരിതാപമാർന്ന വനമേഖലകളും പുൽപ്പുറങ്ങളും ഇല്ലാത്തതുകൊണ്ട് ചൂട് ഭൂമിയിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. ആ താപം അവിടെ ചെല്ലുമ്പോൾ ആ താപം തിരിച്ചു വരുന്നു. ഇങ്ങനെ താപത്തിൻ്റെ ഗമനാഗമനങ്ങളുടെ ഫലമായി പ്ലേറ്റ് ടെക്ടോണിക് സിദ്ധാന്തമുണ്ടാകുന്നു. ഇവിടെ കമ്പനങ്ങൾ ഉണ്ടാകുന്നു, ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു. മലയാളികൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ബഹുമാനപ്പെട്ട തൃശ്ശൂരിൻ്റെ KP രാജേന്ദ്രൻ റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിരുന്ന ഡോക്ടർ അംബരീഷ് ഒരു കത്ത് കൊടുത്തു. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, നോർത്ത് ഇന്ത്യയിൽ എന്തെല്ലാം സംഭവിച്ചാലും ദക്ഷിണേന്ത്യയിൽ ഒന്നും സംഭവിക്കത്തില്ലെന്ന ഒരു കാലഘട്ടം വരെ വിശ്വസിച്ചിരുന്നു. എന്നാൽ ഇന്നത്തെ കണക്കനുസരിച്ച് ഭൂകമ്പം ഉണ്ടാകുവാനുള്ള സാധ്യതയുടെ മുൻ പട്ടികയിൽ ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രം എന്നറിയപ്പെടുന്ന സ്ഥലം, നേപ്പാളിൽ കമ്പനമുണ്ടായാൽ അടുത്തത് ബീഹാർ, പിന്നീട് ഡൽഹി, പിന്നെ നേരെ വരുന്ന എവിടാണ്? എറണാകുളം, കൊച്ചിയിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ താഴെയുള്ള പ്ലേറ്റ്ലെറ്റുകളൊക്കെ ഇളകി തുടങ്ങിയിരിക്കുന്ന ഈ പറഞ്ഞത് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുപാടും കാണുന്ന സകലവും ഇളകി മാറുമ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. 1985 വടക്കഞ്ചേരിയിൽ ആധുനികമായ കമ്പനമുണ്ടായത്. 1480 തലശ്ശേരി, 1520 കോഴിക്കോടിൻ്റെ മലബാറിൻ്റെ പല ഭാഗത്ത്, 2000 കേരളത്തിൽ 33 പ്രാവശ്യം കമ്പനമുണ്ടായി. ഇപ്പോൾ 10,000 കമ്പനം നടക്കുന്നു. 4,000 കരയിൽ. ഇന്തോനേഷ്യയുടെ സമീപത്തുള്ള സുമാത്ര ദ്വീപിൽ നിന്ന് 2461 കിലോമീറ്റർ ദൂരത്തേക്ക് ഒരു സൂപ്പർസോണിക് വിമാനത്തിന്റെ വേഗതയിൽ സമുദ്രനിരപ്പിൽ നിന്ന് 30 അടി ഉയരത്തിൽ വന്ന
ജാപ്പനീസ് ഭാഷയിൽ വിളിക്കുന്ന സുനാമി, വെള്ളിത്തിരമാല. ഇന്ന് രാത്രി ഒന്നുകൂടെ പറയട്ടെ, ആകാശത്തിന്റെ തട്ടുകൾ കൊടുമുഴക്കത്തോടെ ഇളകിപ്പോകുവാൻ തുടങ്ങിയിരിക്കുന്നു. ഞാനും നിങ്ങൾ നിൽക്കുന്ന ഖത്തർ അടക്കമുള്ള സംഭവങ്ങൾ 2 അടി താഴ്ചയാണ്. ഖത്തറിന്, കൊച്ചിക്ക് 2.5 അടി താഴ്ചയാണ്. ഈ രാത്രിയിൽ നമ്മൾ അവിടെ നിന്ന് ഇവിടെയാണെങ്കിലും ഇവിടെ നിന്ന് അവിടെയാണെങ്കിലും ഇതെല്ലാം ഇളകുമെന്ന് മനസ്സിലാക്കണം. പക്ഷെ ഇന്ന് രാത്രി പറയട്ടെ, പണ്ട് KC ജോൺ സാറ് പറഞ്ഞൊരു ഉദാഹരണം മനസ്സിൽ ഓടി വരികയാണ്. വൃക്ഷം മറിഞ്ഞ് വീഴാൻ നേരത്ത് പക്ഷിയോട് ചോദിക്കുന്നു, അവസാന കൊത്ത് ഞാൻ കൊത്താൻ പോവുകയാ, ഈ മരമാകപ്പാടെ ഇളകി തെറിക്കുന്നു, നിന്റെ കൂടും ചില്ലകളും അനങ്ങാൻ തുടങ്ങുന്നു. അടുത്ത കൊത്തിൽ ഈ മരം വീണാൽ നിന്റെ ശാഖയടക്കം ഈ കൂട് താഴെ വീഴുമ്പോഴും നീ എന്തുകൊണ്ടാണ് പാട്ടുപാടുന്നത്? പക്ഷിയുടെ മറുപടി അറിയാമല്ലോ, ഈ മരം വെട്ടുകാരൻ അവസാനത്തെ കൊത്തും കൊത്തട്ടെ, പതിറ്റാണ്ടുകൾ കൊണ്ട് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന പടുകൂറ്റൻ വൃക്ഷം ഈ മണ്ണിൽ തകർന്നടിഞ്ഞ് വീഴട്ടെ, എന്റെ കൊമ്പിരിക്കുന്ന ശിഖരം നിലം പതിക്കട്ടെ, ഈ കൂടെ തകർന്നു പോകട്ടെ. പക്ഷെ ദൈവം എനിക്ക് 2 ചിറകുകൾ തന്നിട്ടുണ്ട്. പ്രത്യാശയുടെ, വിശ്വാസത്തിന്റെ ചിറകുകൾ ഉപയോഗിച്ച് ഞാൻ ആകാശങ്ങളിലേക്ക് പറന്നുയരും. ഇന്ന് രാത്രി ബഹുമാന്യ ശ്രോതാവേ, ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകുമ്പോൾ ഈ ഭൂമിയും മൂലപദാർത്ഥങ്ങളും കത്തിയഴിഞ്ഞാലും എനിക്കൊരു വിശ്വാസത്തിന്റെ കൂടാരമുണ്ടെന്നും, എനിക്ക് ഉയരത്തിൽ ഒരു കൂടാരമുണ്ടെന്നും, കൈകളാൽ തീർക്കാത്ത ഒരു ഭവനം എനിക്ക് സ്വർഗത്തിലുണ്ടെന്നും ഉറപ്പിക്കപ്പെട്ടവരാ കരമൊന്നുയർത്തി ഇന്ന് രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിക്കട്ടെ. 5 വീടുകൾ ലോകത്തിലുണ്ട്. 5 വീടുകൾ. ഒന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന വീടാണ്. അതുകൊണ്ടാണ് രൂത്തിന്റെ പുസ്തകം യഹോവ നിന്റെ റാഹേലിനെ പോലെയും. അപ്പൊ ഇസ്രായേൽ വീടാണ്, സഭ ഒരു വീടാണ്. തിമോത്തിയോസ് 3:15 ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുവാൻ ആശിക്കുന്നു, താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള സഭയാക ദൈവാലയത്തിൽ നടക്കേണ്ടത്. 3-ാമത്തെ ശരീരം വീടാണ്. 2 3 16 6 12 നിങ്ങൾ ദൈവത്തിന്റെ 4 കൈകൾ കൊണ്ട് പണിത വീടാണ്. ഈ 4 വീടും തകരും, 4 വീടും മാറ്റപ്പെടും. ഇസ്രായേൽ എന്ന് പറയുന്ന വീട് AD 70 രാജ്യങ്ങളിലേക്ക് ചിതറി. ഉൽപ്പത്തി 15 പറഞ്ഞ ഭൂപ്രദേശം ഇനി ഒരിക്കലും കിട്ടുകയില്ല. ദൈവസഭയാകുന്ന വീട് കർത്താവ് താൻ ഗംഭീരനാദം മുഴങ്ങുമ്പോൾ ഇവിടെ നിന്ന് മാറ്റപ്പെടും. ശരീരമാകുന്ന വീട് 70 80 120 എടുത്ത മണ്ണിലേക്ക് പോകും. കൈകൾ കൊണ്ട് താങ്കൾ പണിത വീട് കാലപ്പഴക്കത്താൽ ജീർണിക്കും. ഇത് കണ്ടുപിടിച്ചൊരു മനുഷ്യനാണ് പൗലോസ്. 8.25 കോടി സ്വത്ത് വില വരുന്ന കപ്പൽ വിറ്റിട്ട് അദ്ദേഹം ആ പണം ബാങ്കിൽ ഇട്ടില്ല. ഇട്ടാൽ പാസ്ബുക്ക് എടുത്തു നോക്കുമല്ലോ, പലിശ എത്ര കൂടി എന്നറിയാൻ. ഫ്രിഡ്ജിനകത്ത് എടുത്തു വെച്ചില്ല, ഇടയ്ക്ക് തുറന്നു നോക്കുമല്ലോ, വളിച്ചോ പുളിച്ചോ എന്നറിയാൻ. ഈ 2 സ്ഥലത്തും എടുത്തു വെക്കാതെ പിന്നീട് ഒരിക്കലും തിരിഞ്ഞു നോക്കാതിരിക്കേണ്ടതിന് വേസ്റ്റ് ബോക്സിലിട്ടു, കുപ്പത്തൊട്ടിയിലിട്ടു. അതുകൊണ്ടാണ് ഫിലിപ്പ് ലേഖനം പറഞ്ഞ പിൻപിലുള്ളതിനെ മറന്നു, മുൻപിൽ ഉള്ളതിനായി പരമവിളി. വാർദ്ധക്യം കുളിര് കോരുന്ന ചർമ്മം പുതയ്ക്കുവാൻ ഒരു പുതപ്പ് ആ മനുഷ്യൻ മറന്നുപോയി. വായിക്കുവാനുള്ള പുസ്തകം ആ മനുഷ്യൻ മറന്നുപോയി. എന്നാൽ ചുളി വീഴാത്ത ഹൃദയത്തിനകത്ത് മറക്കാത്തൊരു വീടുണ്ടായിരുന്നു. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ വകദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിലുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഇന്ന് രാത്രിയിൽ 3 ദിവസങ്ങളായി ചിന്തിച്ചു വരുന്ന വേദഭാഗത്തിന് സമാപനം കുറിക്കുമ്പോൾ ചോദിക്കട്ടെ, ആകാശം ഇളകുന്നു സുഹൃത്തെ, ഭൂമി ഇളകുകയാണ്. നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന കാര്യങ്ങളല്ലിത്. ഖത്തറിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലും ആശങ്ക ഉളവാക്കുന്നതാണെങ്കിൽ ആകാശത്തിന്റെ ശക്തികൾ ഇളകിയാൽ, ഭൂമിയിലെ ശക്തികൾ ഇളകിയാൽ എന്ത് ചെയ്യും സുഹൃത്തെ? ഇന്ന് രാത്രിയിൽ ആ പക്ഷി പറഞ്ഞതുപോലെ നിലനിൽക്കുന്നിടത്തോളം കാലം നിലനിൽക്കട്ടെ. പക്ഷേ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളതത്രേ ചിന്തിക്കേണ്ടത്. എനിക്ക് ദൈവം പ്രത്യാശ തന്നിട്ടുണ്ട്, വിശ്വാസം തന്നിട്ടുണ്ട്. എല്ലാം ഇളകി തെറിച്ചു മാറിയാലും ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇവിടെ ലിത്തോസ്ഫിയറി പ്ലേറ്റുകൾ ഇളകി മാറുമ്പോൾ, മൂലകങ്ങൾ ഉരസിയിട്ട്
വക്കോൽ തുറുവിന് തീ പിടിച്ചതുപോലെ ഭൂമിയും മൂലപദാർത്ഥങ്ങളും കത്തിയെരിയുന്ന സോദോമിൽ നിന്ന് ലോത്തിന്റെ കൈക്ക് ദൂതന്മാർ പിടിച്ചതുപോലെ ഇന്ന് രാത്രിയിൽ എരിയാൻ പോകുന്ന ലോകത്തിൽ നിന്ന് ദൈവത്തിന്റെ പർവ്വതത്തിലേക്ക് രക്ഷപ്പെടേണ്ടതിന് നമ്മുടെ കരം പിടിക്കുന്ന ദൂതിനായി ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ദൈവജനം, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ വരവ് സമീപിച്ചിരിക്കും. നിന്റെ അടുക്കൽ ചേർന്ന് വരാൻ ആശയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ.